പ്രിയപ്പെട്ടവരെ, കേസരിയുടെ വളരെ പ്രധാനപ്പെട്ട അവതാരികകളിലൊന്ന് അദ്ദേഹം എടപ്പള്ളിയുടെ മണിനാഥത്തിന് എഴുതിയ അവതാരികയാണ്. ഇന്നലെ ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതുപോലെ കേസരിയുടെ അതിപ്രസിദ്ധങ്ങളായ, ഒരുപക്ഷെ അത്ര തന്നെ വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്ത 3-4 അവതാരികകളിലൊന്നാണ് മണിനാഥത്തിൻ്റേത്. സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തിനും മണിനാഥത്തിനും നിമിഷത്തിനും കടത്തുവഞ്ചിക്കും എഴുതിയ അവതാരികകൾ, ആ അവതാരികകളിലൂടെ കേസരി സാഹിത്യ പ്രസ്ഥാനങ്ങളുടെ സ്വഭാവം നിർവചിക്കുകയും സാഹിത്യ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് ചരിത്രപരമായി നിലവിൽ വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. ലോകത്തിൻ്റെ ശ്രദ്ധയിൽ അന്ന് ആ അവതാരികകൾ പതിയാൻ അതിനേക്കാളൊക്കെ കാരണമായത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അവതാരിക ഏത് കൃതിക്കാണോ അതിനേക്കാൾ എത്രയോ വലുപ്പത്തിലാണ് കേസരി ആ അവതാരികകൾ എഴുതിയത്. കൃതികളുടെ ചിലപ്പോൾ അതിനേക്കാൾ വലുത്, ചിലപ്പോൾ പല മടങ്ങ് വലിപ്പം എന്ന് പറയാവുന്ന അത്ര വലിപ്പത്തിൽ പോലും കേസരി അവതാരികകൾ എഴുതി. അത്തരമൊരു അവതാരികയാണ് മണിനാഥത്തിൻ്റേത്. മണിനാഥത്തിൻ്റെ അവതാരികയിൽ കേസരി എഴുതുന്ന ഒരു വാക്യം ഒരർത്ഥത്തിൽ കേസരിയുടെ കലാചിന്തയെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ളതാണ് എന്ന് ഞാൻ കരുതുന്നു. അതൊരിടത്ത് മാത്രമല്ല, ഇതേ ആശയം അദ്ദേഹത്തിൻ്റെ പല രചനകളിൽ പലപ്പോഴായി വന്നിട്ടുണ്ട്. അത് മണിനാഥത്തിൻ്റെ അവതാരികയിൽ കേസരി എഴുതുന്നത് സാഹിത്യത്തിൻ്റെ നിർമ്മാണ ഘടകത്തിലുള്ള പ്രാധാന്യത്തെ നാം വിസ്മരിച്ചുകൂടാ. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ സാഹിത്യം ഒരു നിർമ്മാണ സാമഗ്രിയാണ് എന്നതാണ് കേസരിയുടെ ഒരു വാദം. അത് അദ്ദേഹം ആദ്യമായി പറയുന്നത് മണിനാഥത്തിൻ്റെ അവതാരികയിലല്ല. അതിനു മുമ്പ് 2 സവിശേഷ സന്ദർഭങ്ങളിൽ കേസരി കാര്യം പറയുന്നുണ്ട്. ഒന്നാമത്തേത് 1929 ഞാൻ ഇന്നലെ സൂചിപ്പിച്ച തിരുവനന്തപുരത്ത് ചേർന്ന തിരുവിതാംകൂർ യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം യുവാക്കൾ രാഷ്ട്രീയ വിദ്യാഭ്യാസവും പൊതുവിജ്ഞാനവും ആർജിക്കുന്നത് പോലെ സൗന്ദര്യാത്മക ബോധവും കൈവരിക്കണം എന്ന കാര്യം അദ്ദേഹം പറയുന്നു. അവിടെ ഈ നിർമ്മാണ ഘടകം എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആധാരമായി സൗന്ദര്യാത്മക ബോധം വേണം എന്നത് കേസരി പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഓർക്കേണ്ട കാര്യമാണ്. കേസരിയുടെ ആ പ്രസംഗത്തിന് 100 വർഷം തികയാറാകുന്നു. ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സമ്മേളനത്തിൽ, യുവാക്കളുടെ സമ്മേളനത്തിൽ രാഷ്ട്രീയ ബോധവും പൊതുവിജ്ഞാനവും ആർജിക്കുന്നത് പോലെ സൗന്ദര്യബോധവും ആർജിക്കണം എന്ന ഒരു നിർദ്ദേശം ഉണ്ടാകാനുള്ള സാധ്യത വളരെ പരിമിതമാണ് എന്ന കാര്യം നമുക്ക് അറിയാം. 1935 കേസരി വീണ്ടും ഈ ആശയം പറയുന്നുണ്ട്. നവലോകത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ആമുഖത്തിൽ കേസരി എഴുതുന്ന ഒരു കാര്യം, ഇന്ന് സൃഷ്ടിയിലിരിക്കുന്ന നവലോകത്തിൻ്റെ രൂപവൽക്കരണത്തിൽ കലയ്ക്ക് അതിപ്രധാനമായ ഒരു പങ്ക് വഹിക്കാനുണ്ട് എന്നാണ്. നവലോകത്തിൻ്റെ നിർമ്മിതിയിൽ കലയ്ക്കൊരു വലിയ പങ്കുണ്ട്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലായി കേസരി കലയെക്കുറിച്ച് പറയുന്ന ഒരാശയം, കല ഒരു കേവലാനുഭൂതിയുടെ ലോകമല്ല, കല സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെയോ ചരിത്ര സന്ദർഭങ്ങളുടെയോ ഒരു പ്രതിനിധാന സാമഗ്രിയും അല്ല, മറിച്ച് കല ഒരു നിർമ്മാണ സാമഗ്രിയാണ്. സാങ്കേതികമായ ഭാഷയിൽ പറഞ്ഞാൽ കല കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആണ്, റിഫ്ലക്റ്റീവ് അല്ല, അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് അല്ല. കല പ്രതിഫലിപ്പിക്കുകയല്ല. കല സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുകയല്ല, പകർത്തി കാണിക്കുകയോ അതിൻ്റെ പ്രതിനിധാനമായി പ്രവർത്തിക്കുകയോ അല്ല, മറിച്ച് കല നിർമ്മിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ കലയെക്കുറിച്ചുള്ള, കല എന്ന് ഞാൻ പറയുന്നത് സാഹിത്യം ഉൾപ്പെടെ മനുഷ്യൻ്റെ സർഗാത്മകമായ എല്ലാ ആവിഷ്കാരങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടാണ് കല എന്ന് പറയുന്നത്. ഇത് കലയെക്കുറിച്ചുള്ള അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, അന്നത്തെ എന്നത് പറഞ്ഞാൽ
ആധുനികത ജന്മം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വീക്ഷണങ്ങൾക്കും എതിരായ ഒരു കാഴ്ചപ്പാടാണ്. രണ്ട് വീക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് കല പകരുന്നത് കേവലാനന്ദമാണ് എന്ന പല രൂപത്തിലുള്ള എസ്തെറ്റിസിസം എന്ന് നമുക്ക് വിളിക്കാവുന്ന, ലാവണ്യവാദം എന്ന് വിളിക്കാവുന്ന ഒരു വീക്ഷണം. രണ്ട്, കല സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ പ്രതിപാദിക്കുന്ന, പ്രതിഫലിപ്പിക്കുന്ന, പ്രതിനിധാനം ചെയ്യുന്ന ഒരു സാമഗ്രിയാണ് എന്ന സാമൂഹ്യശാസ്ത്രപരമായ വീക്ഷണം. ആദ്യത്തേത് ലാവണ്യശാസ്ത്രത്തിൻ്റേതാണെങ്കിൽ, ലാവണ്യവാദത്തിൻ്റേതാണെങ്കിൽ, രണ്ടാമത്തേത് സാമൂഹ്യശാസ്ത്രത്തിൻ്റേതായ ഒരു വീക്ഷണമാണ്. ആദ്യ വീക്ഷണത്തിൻ്റെ പ്രതിനിധികൾ കരുതുന്നത് സമൂഹ യാഥാർത്ഥ്യങ്ങളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു സവിശേഷമായ അനുഭൂതിയുടെ ലോകമായി കല നിലനിൽക്കുന്നുണ്ട്, ആസ്വാദനം അതിനെ മുൻനിർത്തിയാണ് നടക്കുന്നത് എന്നതാണ്. പൊതുവെ പറഞ്ഞാൽ ആധുനികതയുടെ കലാദർശനത്തെ നമുക്ക് 4-5 വാക്യങ്ങളിൽ സംഗ്രഹിച്ചാൽ, അല്ലെങ്കിൽ 4-5 പ്രധാനപ്പെട്ട പ്രസ്താവനകളായിട്ട് ചുരുക്കി പറഞ്ഞാൽ, ഒന്നാമത്തേത് സുനിശ്ചിതമായ ഒരു ലോക യാഥാർത്ഥ്യമുണ്ട്. നോക്കുന്ന ആൾക്കും വീക്ഷണത്തിനും പുറത്ത് സുനിശ്ചിതമായൊരു ലോക യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. രണ്ട്, ഈ സുനിശ്ചിതമായ ലോക യാഥാർത്ഥ്യത്തെ പ്രതിഭാശാലിത്വമുള്ള കലാകാര വ്യക്തിത്വം അഭിമുഖീകരിക്കുന്നു. ഞാൻ ലോകത്തെ നോക്കുന്നു, ലോകം എനിക്ക് പുറത്ത് നിലകൊള്ളുന്നു, ഞാൻ ഈ ലോകത്തെ വീക്ഷിക്കുന്നു. ആ വീക്ഷിക്കുന്ന കലാകാര വ്യക്തിത്വം പ്രതിഭാശാലിത്വം നിറഞ്ഞതാണ്. അതിനെയാണ് ആധുനികത ജീനിയസ് എന്ന് വിളിച്ചത്. ഈ നോട്ടത്തിലൂടെ സാമാന്യേന ഒരാൾക്ക് ലഭിക്കാത്ത വളരെ അനന്യമായ അനുഭവമണ്ഡലം അയാൾക്ക് പ്രാപ്തമാകുന്നു. അങ്ങനെ ഒരു സൗന്ദര്യാനുഭൂതിയുടെ ലോകം ഈ നോക്കുന്ന കലാകാര വ്യക്തിത്വത്തിന് കൈവരുന്നു. നാലാമത്തേത്, ഇങ്ങനെ കൈവന്ന സൗന്ദര്യാനുഭൂതിയെ മാധ്യമനിഷ്ഠമായി പ്രകാശിപ്പിക്കുന്നു. വാക്കുകളിലൂടെയോ വരകളിലൂടെയോ ശബ്ദത്തിലൂടെയോ ചിത്രത്തിലൂടെയോ ഒക്കെ പ്രതിപാദിക്കുന്നു. അതാണ് കലയായി രൂപമാർജിക്കുന്നത്. അവസാനത്തേത്, ഇങ്ങനെ മാധ്യമനിഷ്ഠമായ പ്രകാശനത്തെ ആസ്വദിച്ചുകൊണ്ട് സൗന്ദര്യാനുഭൂതിയിലേക്ക് ആസ്വാദകരും എത്തിച്ചേരുന്നു. ഇങ്ങനെ സുനിശ്ചിതമായ ലോകയാഥാർത്ഥ്യം, ആ സുനിശ്ചിതമായ ലോകയാഥാർത്ഥ്യത്തെ സവിശേഷമായ നിലയിൽ അഭിമുഖീകരിക്കുന്ന കലാകാര വ്യക്തിത്വം, ആ അഭിമുഖീകരണം വഴി കൈവരുന്ന സൗന്ദര്യാനുഭവം, ആ സൗന്ദര്യാനുഭവത്തിൻ്റെ മാധ്യമനിഷ്ഠമായ പ്രകാശനം, ആ പ്രകാശനത്തിലൂടെ ഈ സൗന്ദര്യാനുഭവത്തിൽ പങ്കുചേരുന്ന ആസ്വാദകത്വം, ഈ 5 തത്വങ്ങളാണ് ഒരർത്ഥത്തിൽ ആധുനികതയുടെ ആ കലാദർശനത്തിൻ്റെ കാതൽ. അതുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് അഭിഗമ്യമല്ലാത്ത കലാകാര പ്രതിഭ കൊണ്ട് എഴുത്തുകാർക്കും മറ്റുള്ളവർക്കും കൈവരുന്ന ഒരു അനുഭൂതിയുടെ തലമുണ്ടെന്നും, ഈ അനുഭൂതി തലത്തെ പ്രകാശിപ്പിക്കുന്ന രൂപസംവിധാനത്തിലാണ് കല നിലകൊള്ളുന്നത് എന്നുമുള്ള ഒരു വീക്ഷണം ഏറിയും കുറഞ്ഞും എല്ലാ തരത്തിലുള്ള ആധുനികമായ വീക്ഷണ കലാദർശനങ്ങളിലും ലാവണ്യവാദ സങ്കല്പങ്ങളിലും ഉണ്ട്. ഇതിനോട് എതിരിട്ടുകൊണ്ട് ഒരർത്ഥത്തിൽ കലയുടെ ഈ സ്വതന്ത്ര പദവിയെ, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ക്ലൂസീവ് ക്യാരക്ടറിനെ 19-ാം നൂറ്റാണ്ട് മുതൽ വെല്ലുവിളിച്ചത് സാമൂഹ്യശാസ്ത്ര വീക്ഷണമാണ്. സാമൂഹ്യശാസ്ത്ര വീക്ഷണം പൊതുവെ ചെയ്തത്, ഇങ്ങനെ കലയ്ക്ക് അതിൻ്റെ ഒരു സ്വന്തം ജീവിതം, സ്വകാര്യ ജീവിതമൊന്നുമില്ല, അത് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ പല നിലയിൽ അവതരിപ്പിക്കുകയും ആവിഷ്കരിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് എന്ന ഒരു സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഒരു അനുബന്ധ ലോകം എന്ന നിലയിൽ കലയെ കാണുന്ന ഒരു കാഴ്ചപ്പാട് 19-ാം നൂറ്റാണ്ട് വികസിച്ചു വന്നു. 19-ാം നൂറ്റാണ്ടിൽ തന്നെ മാർക്സ് വാസ്തവത്തിൽ ഈ 2 വീക്ഷണങ്ങൾക്കും എതിരെ കലയെക്കുറിച്ച് വളരെ മൗലികമായ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. മാർക്സിൻ്റെ അത്യന്തം കാവ്യാത്മകമായ ഭാഷയിൽ മാർക്സ് ഒരിടത്ത് പറയുന്നത്, art is at the same time a secret confession and the immortal movement of its own time എന്നാണ്.
കല ഒരേ സമയം രഹസ്യമയമാണ്. ഇത് വളരെ സവിശേഷമായ ഒരു കോയിനേജാണ്. ഒരു കാലത്തിൻ്റെ ഗതിയുടെ ആവിഷ്കാരമായിരിക്കുക, പക്ഷേ ആവിഷ്കാരം രൂപമാർജിക്കുന്നത് അത്യന്തം രഹസ്യമയമായ ഒരു കുംഭസാരം പോലെ ആയിരിക്കുകയും ചെയ്യാം. ഒരേ സമയം ഹൈലി പേഴ്സണലായ, അങ്ങേയറ്റം വ്യക്തിഗതമായ ഒരു കുംഭസാരം എന്ന് പറയുന്നത് അങ്ങേയറ്റം സ്വകാര്യമാണ്, മറ്റൊരാളിലേക്കും എത്താത്ത മട്ടിലുള്ള ഒന്നാണ്. രഹസ്യമയമായ ഒരു കുംഭസാരമായിരിക്കുക, പക്ഷെ ആ കുംഭസാര രഹസ്യത്തിനുള്ളിൽ ആ കാലത്തിൻ്റെ അനശ്വര ഗതിയുടെ ആവിഷ്കാരവും ഉണ്ടാകുക. മാർക്സ് ഭാഷ ഉപയോഗിക്കുമ്പോൾ വലിയ കവികളെ പോലെയാണ് പലപ്പോഴും എഴുതുക. മാർക്സ് വിജ്ഞാനത്തെക്കുറിച്ച് എഴുതുന്ന ഒരു വാക്യം, ഹാസ് ഇൻ ദ ട്രീ ഓഫ് നോളജ് ബീൻ അറ്റ് ദ സെയിം ടൈം ദ ട്രീ ഓഫ് സിൻ എവർ സിൻസ് ദ ടൈം ഓഫ് ആദം എന്ന് എഴുതുന്നുണ്ട്. ആദത്തിൻ്റെ കാലം മുതൽ വിജ്ഞാന വൃക്ഷം പാപത്തിൻ്റെ വൃക്ഷം കൂടിയായിട്ടല്ലാതെ നിലക്കൊണ്ടിട്ടില്ലല്ലോ. ഒരു മഹാകവിക്ക് മാത്രം എഴുതാൻ പറ്റുന്ന വാക്യമാണത്. ഹാസ് ഇൻ ദ ട്രീ ഓഫ് നോളജ് ബീൻ അറ്റ് ദ സെയിം ടൈം എ ട്രീ ഓഫ് സിൻ എവർ സിൻസ് ദ ടൈം ഓഫ് ആദം എന്നൊക്കെ മാർക്സ് എഴുതുന്നുണ്ട്. അതുപോലത്തെ ഒരു വാക്യമായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട്. ഇത് കലയുടെ ഈ വൈരുദ്ധ്യാത്മകമായ ഒരു പ്രകൃതത്തെ, അതിൻ്റെ ഒരു തരത്തിലുള്ള അനന്യതയെ, അതേസമയം ആ അനന്യതയ്ക്കുള്ളിലുള്ള സാമാന്യത്തെ, സാമാന്യവും സവിശേഷവും തമ്മിലുള്ള ഈ സവിശേഷമായൊരു കൂടിക്കുഴയൽ മാർക്സിൻ്റെ ഈ വാക്യത്തിലുണ്ടെങ്കിലും, പൊതുവെ പറഞ്ഞാൽ മാർക്സിസ്റ്റ് കലാവിമർശനമോ സാഹിത്യ വിമർശനമോ ഒക്കെ അത്തരത്തിലുള്ള ഈ രണ്ട് ഘടകങ്ങളുടെ സംയോജനത്തെ വേണ്ട പോലെ അഭിസംബോധന ചെയ്യുന്നതിൽ പലപ്പോഴും വിജയിക്കാതെ പോയതിനാണ് ചരിത്രത്തിൽ തെളിവ് കൂടുതൽ. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, കേസരി ഈ രണ്ട് വീക്ഷണങ്ങളെയും നിരസിക്കുകയും പകരം ലാവണ്യവാദത്തെയോ സാമൂഹ്യശാസ്ത്രവാദത്തെയോ പരിഗണിക്കാതെ ലാവണ്യവാദം മുമ്പോട്ട് വച്ച കല അങ്ങേയറ്റം വ്യക്തിഗതമായൊരു ലാവണ്യാനുഭൂതിയാണ് എന്ന വാദത്തെയും, കല സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ ഒരു പ്രതിനിധാന മണ്ഡലമാണ് എന്ന വാദത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് കലയെ ഒരു നിർമ്മാണ സാമഗ്രിയായി കണ്ടു. ഇന്നും ഈ കാഴ്ചയ്ക്ക് അംഗീകാരമൊന്നുമില്ല കേട്ടോ. ഇന്നും നമ്മുടെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സമ്മേളനങ്ങളുടെ അനുബന്ധ പരിപാടിയാണ് സാംസ്കാരിക ലോകം. ഞാൻ ഈ അനുബന്ധ പരിപാടിയിൽ പതിറ്റാണ്ടുകളായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് കൂടി പറയുകയാണ്, അനുബന്ധ പരിപാടിയാണ്. കേസരി പറഞ്ഞത് ഇത് അനുബന്ധമല്ല, ഇത് നിർമ്മാണ ഘടകമാണ്, കോൺസ്റ്റിറ്റ്യൂട്ടീവാണ്, കല നിർമ്മാണ സാമഗ്രിയാണ്. അങ്ങനെ കലയുടെ ഈ നിർമ്മാണാത്മകത എന്ന് പറയുന്നതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ആ നിർമ്മാണാത്മകതയെ പ്രധാനമായി അവതരിപ്പിച്ചുകൊണ്ടുമാണ് വാസ്തവത്തിൽ കേസരി അന്ന് നിലനിന്നിരുന്ന കലാദർശനത്തിൻ്റെ കാതലിനെ പിളർക്കുന്നത്. കേസരി വാസ്തവത്തിൽ നമ്മുടെ ആധുനികതയുടെ കലാദർശനത്തിനെതിരെയുള്ള, അതിനകത്ത് നടത്തിയൊരു വലിയ യുദ്ധമായിരുന്നു അത് എന്ന് തോന്നുന്നു. ആ നിലയിലാണ് നേരത്തെ കവിത പറഞ്ഞ ഒരു ഉദാഹരണം കേസരി പറയുന്നത്. അതായത് പുതിയ ചിത്രകല വികസിച്ചു വരുമ്പോൾ കേരളീയ കലകളും ഫ്യൂച്ചറിസവും എന്ന പേരിൽ എഴുതിയതും നവലോകത്തിൽ ഉൾപ്പെടുത്തിയതുമായ ഒരു ലേഖനമാണ് അത്. ആ ലേഖനത്തിൽ കേസരി പറയുന്നത്, രവിവർമ്മയിൽ നിന്ന് എണ്ണച്ചായം മാത്രവും മറ്റൊന്നും സ്വീകരിച്ചുകൂടാ, ബംഗാൾ സ്കൂൾ ചിത്രകലയിൽ നിന്ന് യാതൊന്നും സ്വീകരിക്കാതെയും വേണം വാസ്തവത്തിൽ ഇനി അങ്ങോട്ട് കല വികസിക്കേണ്ടത്. രവിവർമ്മയിൽ നിന്നൊരു സാങ്കേതിക രീതി എന്ന നിലയ്ക്ക് എണ്ണച്ചായമാകാം. ബംഗാൾ സ്കൂളുകാർ രവിവർമ്മയ്ക്കെതിരെ കൊണ്ടുവന്ന തനത് തദ്ദേശീയ ആധുനികതയെ സമ്പൂർണ്ണമായി കേസരി തള്ളുന്നു. അത് കേസരിയുടെ സവിശേഷമായ ഒരു പൊസിഷനാണ്. ലളിതമായി പറഞ്ഞാൽ കൊളോണിയൽ ആധുനികതയുടെ ഒരു പ്രമേയ ലോകത്തെ, അതിൻ്റെ ഒരു സാങ്കേതിക ഘടകത്തെ കേസരി എടുക്കുന്നുണ്ട്. പ്രമേയ ലോകത്തെ ഉപേക്ഷിച്ചും ദേശീയവാദ ആധുനികത, അഭിനീന്ദ്രനാഥ ടാഗോറും സുഹൃത്തുക്കളും ഒക്കെ ചേർന്നുണ്ടാക്കിയ ദേശീയവാദ ആധുനികതയെ തള്ളിക്കൊണ്ടുമാണ് കേസരി തൻ്റെ ഒരു കലാവീക്ഷണത്തെ ഉയർത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഞാൻ ഇന്നലെ സന്ദർഭമായിട്ട് സൂചിപ്പിച്ചിരുന്നു, കേസരിയുടെ കലാചിന്തയുടെ ഹൃദയത്തിൽ സാധാരണ ആളുകൾ എപ്പോഴും പറയും പാശ്ചാത്യ ലോകത്തെ മലയാളത്തിന് പരിചയപ്പെടുത്തിയ ആളാണ് എന്ന് ഔപചാരികമായി പറയും. കേസരി പരിചയപ്പെടുത്തിയ പാശ്ചാത്യ ലോകം അന്ന് പ്രബലമായിരുന്ന പാശ്ചാത്യ ലോകമല്ല. മറിച്ച് കേസരി ഒരു ഭാവനാത്മകമായ യൂറോപ്പിനെ തൻ്റെ എഴുത്തുകളിലൂടെ സൃഷ്ടിക്കുകയും അത് ബ്രിട്ടീഷ് ആധിപത്യമുള്ള സാമ്രാജ്യാധിപത്യപരമായ ഒരു പടിഞ്ഞാറിനെതിരെ അതിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം കേസരിയുടെ നോവൽ പ്രസ്ഥാനങ്ങളും എം പി പോളിൻ്റെ നോവൽ സാഹിത്യവും ചേർത്ത് വെച്ച് പരിശോധിച്ചാൽ ഇത് കാണാൻ പറ്റും. എം പി പോൾ നോവലിനെ
ഒരു സുനിശ്ചിത സ്വഭാവമുള്ള ഒരു ജനുസായി അവതരിപ്പിക്കുകയും അതിൻ്റെ സ്വഭാവ ലക്ഷണങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്ത കാലത്ത് കേസരി എഴുതിയ പുസ്തകത്തിൻ്റെ പേര് നോവൽ പ്രസ്ഥാനങ്ങൾ എന്നാണ്. നോവൽ ഒരു തരമല്ല, പലമാതിരി നോവലുകളുണ്ട്. ഈ തരങ്ങളൊക്കെ തമ്മിൽ ഇടയുന്നുണ്ട്. ഒരു പ്രകാരത്തിലുള്ള നോവൽ മറ്റൊരു പ്രകാരത്തിലേക്ക് വഴിമാറി സഞ്ചരിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയും അത്ഭുതകരമായൊരു നിരീക്ഷണം അദ്ദേഹം പിന്നെ രൂപമഞ്ജരിയുടെ ആമുഖത്തിൽ നടത്തുന്നത്, ഏതെങ്കിലും ഒരു സാഹിത്യ രൂപത്തിന് ഉള്ളതായി കരുതുന്ന സുനിശ്ചിതത്വം വാസ്തവത്തിൽ അത്രയൊന്നും ബലിഷ്ഠമല്ല. സാഹിത്യ രൂപങ്ങളിൽ ഒന്ന് മറ്റൊന്നിൻ്റെ രൂപം കൈവരിക്കുന്ന ഒരു പോക്കിലേക്കാണ് ഇപ്പം നീങ്ങുന്നത്. ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത്, ബെർണാഡ് ഷായുടെ നാടകങ്ങൾ നോക്കിയാൽ അതിന് നൽകുന്ന വിശദമായ ആമുഖങ്ങളും രംഗസജ്ജീകരണങ്ങളും പശ്ചാത്തല വിവരണങ്ങളും ഒക്കെ ചേർത്താൽ ഷായുടെ നാടകങ്ങൾ ഏതാണ്ടൊരു നോവലിൻ്റെ പ്രകൃതത്തിലേക്കും ആൽഡസ് ഹക്സ്ലിയുടെ ലേഖനങ്ങൾ ഒരു നോവലുകൾ ഒരു പ്രബന്ധത്തിൻ്റെ പ്രകൃതത്തിലേക്കും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. നമുക്ക് ആനന്ദ് ജനിക്കാൻ പിന്നെയും 10-70 വർഷം കഴിയണമായിരുന്നു. ആനന്ദ് ജനിക്കുന്നതിന് മുമ്പ് കേസരി ഇത് പറയുന്നുണ്ട്, ഒരു പ്രകാരത്തിന് മറ്റൊരു പ്രകാരത്തിലേക്ക് സഞ്ചരിക്കാനുള്ള തോന്നലിപ്പോൾ ഉണ്ട്. രൂപങ്ങളുടെ സുനിശ്ചിതത്വത്തെ സാഹിത്യം വളരെ വൈകാതെ മറികടക്കും. നോവല് പ്രബന്ധമായി തീരും, നാടകം നോവലായിത്തീരും. മാർസൽ പ്രൂസ്റ്റിൻ്റെ പ്രബന്ധത്തെ അദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ തുടർച്ചയായി വായിക്കാവുന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് കേസരി അതേക്കുറിച്ച് എഴുതുന്നുണ്ട്. രൂപമഞ്ജരിയുടെ ആമുഖത്തിൽ തന്നെയാണ് അദ്ദേഹം എഴുതുന്നതെന്ന് ശ്രദ്ധിക്കണം. ഓരോ രൂപങ്ങളെയും, ഉപന്യാസം, നോവല്, ചെറുകഥ, നാടകം, ഇങ്ങനെ ഓരോന്നിനെയും വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ തന്നെ ഈ രൂപം സുനിശ്ചിതമല്ല, അത് ചരിത്രത്തിൽ പരിണമിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന കാര്യം അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് കല ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മറ്റൊരു പ്രബന്ധമാണ് മതവും കലയും എന്ന 1936 ഒരു പ്രബന്ധം. മതവും കലയും എന്ന പ്രബന്ധത്തിൽ സൂക്ഷിച്ചു നോക്കുമ്പോൾ അദ്ദേഹം ശാസ്ത്രവും കലയും തമ്മിലുള്ള വ്യത്യാസം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ശാസ്ത്രം ചെയ്യുന്നത് സവിശേഷങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സവിശേഷങ്ങളെ ഒഴിവാക്കുകയും അതിൽ നിന്ന് സാമാന്യ തത്വങ്ങളെ കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് ശാസ്ത്രം ചെയ്യുന്ന കാര്യം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരനുഭവത്തിൻ്റെ നിറം, അതിൻ്റെ രുചി, അതിൻ്റെ വർണ്ണഭേദങ്ങൾ, അനുഭൂതിപരമായ പ്രത്യേകതകൾ ഇതൊക്കെ ഒഴിഞ്ഞു പോകും. അങ്ങനെ ഒഴിഞ്ഞു പോകുന്ന കേവല തത്വത്തിലാണ് ശാസ്ത്രത്തിൻ്റെ ശ്രദ്ധ. ശാസ്ത്രം ഒഴിച്ചു കളയുന്ന ഈ കേവല തത്വനിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ ശാസ്ത്രം ഒഴിച്ചു കളയുന്ന യാഥാർത്ഥ്യത്തിൻ്റെ സൂക്ഷ്മത്തിലാണ് കലയുടെ ശ്രദ്ധ. അതുകൊണ്ട് കലയെന്ന് പറയുന്നത് ഒരു ആസ്വാദന സാമഗ്രി മാത്രമല്ല. ഞാനിത് ഈ ഒരു പോയിന്റ് വളരെ പ്രധാനമാണെന്ന് കരുതുന്നു. കലയെന്നത് കേവലമായ ഒരു ആസ്വാദന സാമഗ്രിയല്ല, ഒരു കാലത്തിൻ്റെ യാഥാർത്ഥ്യം അതിൻ്റെ ഏറ്റവും സൂക്ഷ്മ സ്വഭാവത്തിൽ സന്നിഹിതമായിരിക്കുന്നത് കലയിലാണ്. ഇത് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ കവിതയിലെ വാക്കും ഭാഷയിലെ വാക്കും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാലോചിച്ചാൽ, ഭാഷയിലെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞു അല്ലെങ്കിൽ കുറെ കാലം കഴിഞ്ഞു എന്ന് നമ്മളൊരു കാലസൂചകമായി ഒരു പ്രസ്താവന നടത്തുമ്പോൾ അതൊരു അമൂർത്തമായ പ്രസ്താവനയാണ്. 5 കൊല്ലം കഴിഞ്ഞു എന്നുള്ള വാക്യത്തെ നിങ്ങൾക്ക് ഏത് കാല സന്ദർഭത്തോടും ചേർത്ത് വയ്ക്കാം. എന്താ പറയുക, പരീക്ഷ പാസ്സായിട്ട് 5 കൊല്ലമായി, അച്ഛൻ ജയിലിൽ നിന്ന് വന്നിട്ട് 5 കൊല്ലമായി, അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടിട്ട് 5 കൊല്ലമായി, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 5 കൊല്ലമായി എന്ന് പറയാം. വാൾട്ടർ ബെഞ്ചമിൻ ആധുനികമായ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സങ്കല്പനം ഹോമോജനസ് എംപ്റ്റി ടൈം എന്നാണ്. ഏകമാനമായ ശൂന്യകാലം. എല്ലാ കാലത്തിനും ഒരു പ്രകാരം, അത് ഫാക്ടറി തൊഴിലാളിയുടെയും അത് കവിയുടെയും എല്ലാവരുടെയും കാലത്തെ ഒരു പ്രകാരത്തിലാക്കി കാലാനുഭവത്തെ ശൂന്യമാക്കുകയാണ് വാസ്തവത്തിൽ ആധുനികത ചെയ്യുന്നത് എന്ന് വാൾട്ടർ ബെഞ്ചമിൻ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ശൂന്യകാലത്തിൻ്റെ ഭാഷയാണ് 5 കൊല്ലം കഴിഞ്ഞു എന്നത്. പക്ഷെ കവിതയിൽ 5 കൊല്ലം കഴിഞ്ഞു എന്ന് വരുന്നത് അങ്ങനെയല്ല. നളിനി ആശ്രമത്തിലെത്തിയിട്ട് 5 കൊല്ലമായി എന്ന് കുമാരനാശാൻ എഴുതുന്നത് 5 കൊല്ലം കഴിഞ്ഞു എന്നല്ല,
അതിൽ പിന്നെ 5 വട്ടമിക പൂത്തുകാനനം എന്നാണ്. അതോടെ കാലം എന്നതൊരു അനുഭവ പ്രസ്താവനയല്ല. മാത്രമല്ല, ഈ കാലാനുഭവത്തെ നിങ്ങൾക്ക് അനുഭവത്തിൻ്റെ മറ്റൊരു സന്ദർഭത്തിൽ പ്രതിഷ്ഠിക്കാനും പറ്റില്ല. എല്ലായിടത്തും എടുത്ത് ഇത് പ്രയോഗിക്കാൻ പറ്റില്ല. 5 വട്ടമിക പൂത്തുകാനനം, 5 കൊല്ലം കഴിഞ്ഞു എന്നുള്ള പ്രസ്താവനയ്ക്കുള്ള സാർവത്രികത ഈ വാക്യത്തിനില്ല. ഇപ്പോൾ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എത്ര കൊല്ലമായി എന്ന് ചോദിച്ചാൽ അതിൽ പിന്നെ 5 വട്ടമിക പൂത്തുകാനനം ഉത്തരം പറഞ്ഞുവിടാം. അങ്ങനെ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ അപകടമായി എന്നാണ്. കടമ്പനിട്ടയുടെ കോഴിയിൽ അമ്മ ഞങ്ങളെ കൊത്തി മാറ്റിയിട്ട് ഒരുപാട് കാലമായി എന്ന് തള്ളക്കോഴി പറയുന്നത്, അന്ന് ഞാനും ഉടപ്പിറന്നോനും ഒന്നുപോലെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ അമ്മ ഞങ്ങളെ നെഞ്ചത്തടുക്കി ഉമ്മ വച്ചു വളർത്തി, എന്നാലും കൊത്തി മാറ്റി ഒരിക്കൽ അതിൽ പിന്നെ എത്ര രാവിൻ്റെ തൂവൽ കൊഴിഞ്ഞു. കാരണം കോഴിയുടെ സവിശേഷമായ കാലാനുഭവം എത്ര രാവിൻ്റെ തൂവൽ കൊഴിഞ്ഞു. അതുകൊണ്ട് എന്താണ് കല ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ അവബോധത്തിൽ പതിഞ്ഞു കിടക്കുന്ന കേവല സങ്കല്പങ്ങളിലേക്ക് യാഥാർത്ഥ്യത്തിൻ്റെ, ചരിത്രത്തിൻ്റെ സൂക്ഷ്മ സ്വരൂപത്തെ സന്നിവേശിപ്പിക്കുന്ന പണിയാണ് കലയുടേത്. അതുകൊണ്ട് കല രസിപ്പിക്കുക മാത്രമല്ല, കല നമ്മളെ ചരിത്രത്തിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക്, അതിൻ്റെ സൂക്ഷ്മപ്രകാരങ്ങളിലേക്ക്, അതിൻ്റെ വൈരുദ്ധ്യങ്ങളിലേക്ക് നിരന്തരമായി കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് കലാബോധം എന്ന് പറയുന്നത്, സാഹിത്യാവബോധം എന്ന് പറയുന്നത് ആഴത്തിലുള്ള ചരിത്രാവബോധമാണ്. കാരണം ചരിത്രത്തെ സങ്കല്പന രൂപത്തിലല്ല, ചരിത്രത്തെ അതിൽ ഉള്ളടങ്ങിയിട്ടുള്ള ആഴമേറിയ വൈരുദ്ധ്യങ്ങളിൽ പ്രകാശിപ്പിക്കുന്നതാണ് കലയുടെ ദൗത്യം എന്ന് പറയാം. ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കേസരി കല ഒരു നിർമ്മാണ സാമഗ്രിയാണ്. കാരണം ഒരു കലാവസ്തു നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള സങ്കല്പനങ്ങളല്ല, കൺസെപ്ച്വൽ വേൾഡല്ല, മറിച്ച് യാഥാർത്ഥ്യത്തിൻ്റെ വിരുദ്ധ പ്രകാരങ്ങളാണ്. അതുകൊണ്ട് സത്യത്തിൽ കൊണ്ടുപോയി നിങ്ങളെ നിർത്തുകയല്ല, സത്യമെന്ന് നാം സങ്കല്പിച്ചുണ്ടാക്കുന്ന ലോകയാഥാർത്ഥ്യത്തിലെ വൈരുദ്ധ്യങ്ങളുടെ നടുക്കടലിൽ നിങ്ങളെ തള്ളലാണ് വാസ്തവത്തിൽ കല ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് കല വാസ്തവത്തിൽ മനുഷ്യർക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് രസിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ ലോകത്തിൻ്റെ ഈ മഹാവൈരുദ്ധ്യങ്ങളെ തിരിച്ചറിയാനുള്ള മനുഷ്യരുടെ കയ്യിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമാണ സാമഗ്രിയാണ്. ഈ കലയിലെ വൈരുദ്ധ്യം എവിടെ നിന്ന് വരുന്നു? ഈ കലയിലെ വൈരുദ്ധ്യം യാഥാർത്ഥ്യത്തിൻ്റെ, ജീവിതത്തിൻ്റെ, ചരിത്രത്തിൻ്റെ വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് എന്ന് കേസരി കരുതുകയും ചെയ്തു. അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും നിലനിന്നിരുന്ന കലാസ്വാദനത്തിൻ്റെ പ്രധാനപ്പെട്ട സങ്കല്പങ്ങളെ നിരസിച്ചുകൊണ്ട് ഒരർത്ഥത്തിൽ സച്ചിദാനന്ദ മാഷ് കേസരിയെക്കുറിച്ച് എഴുതിയ വിത്തും വൃക്ഷവും എന്ന പ്രബന്ധത്തിൽ മനോഹരമായൊരു വാക്യത്തിൽ അത് പറയുന്നുണ്ട്. അക്കാലം വരെ വ്യക്തിപരതയിൽ തളഞ്ഞു കിടന്ന സാഹിത്യ സങ്കല്പത്തെ ചരിത്രവൽക്കരിക്കാനുള്ള മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമമായിരുന്നു കേസരിയുടേത് എന്ന്. ചരിത്രവൽക്കരണം എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം, സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ചരിത്ര സിദ്ധാന്തങ്ങളും ചരിത്ര വസ്തുതകളുമാക്കി പ്രതിപാദിക്കുന്ന ചരിത്ര വിജ്ഞാനത്തിൻ്റെ പകർപ്പല്ല കലയിലെ ചരിത്രം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പലപ്പോഴും കലയുടെ ചരിത്രാത്മകത എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് ഇവിടെ ഉണ്ടോയെന്നാണ് തിരക്കുക. സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പറയാത്ത ചരിത്രമാണ് കലയിലുള്ളത്. ഇത് തിരിച്ചറിഞ്ഞാലേ കലയുടെ ചരിത്രാത്മകതയെ തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തു പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യ ചരിത്രത്തിൻ്റെ ഒരു അനുബന്ധ ലോകമാണ് കല, സാഹിത്യം എന്ന തെറ്റിദ്ധാരണയിൽ ചെന്നുപെടും. അത്തരമൊരു തെറ്റിദ്ധാരണ മിക്കവാറും നമ്മുടെ എന്താ പറയുക ഭൗതികവാദപരമായ കലാബോധ്യത്തിൽ വലിയ തോതിൽ കടന്നു കയറിയതുകൊണ്ട് ആശയാനുഭൂതികളുടെയും കലയുടെയും ലോകം ഒരു രണ്ടാം തരം ലോകമാണ് എന്നും അതൊരു അപ്പൻഡിക്സ് ആണ്, ഒരു അനുബന്ധ ലോകമാണ് എന്നുമുള്ള, നിങ്ങൾക്ക് സാമൂഹ്യ ചരിത്രം എഴുതുമ്പോൾ തെളിവ് സാമഗ്രിയായിട്ട് ഉപയോഗിക്കാവുന്ന നാനാതരം സാധനങ്ങളിൽ ഒരു സാധനത്തിൻ്റെ പേരാണ് കല, സാഹിത്യം എന്നുള്ള വീക്ഷണം വാസ്തവത്തിൽ നമ്മുടെ സാഹിത്യ വിചാരത്തിൽ ഉണ്ട്. കേസരി അതിനെതിരെ യുദ്ധം നയിച്ച ഒരാളാണ്. ആ വീക്ഷണം കേസരി എതിർത്ത വീക്ഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെയല്ല, ആധുനികതയുടെ ഒരു പൊതുവീക്ഷണമാണ്. ആ വീക്ഷണത്തോട് എതിരിട്ടു എന്നുള്ളതാണ് കേസരിയുടെ കലാദർശനത്തിൻ്റെ മൗലികമായൊരു പ്രാധാന്യം എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് അദ്ദേഹം കൈക്കൊണ്ട ചില സമീപനങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി ഞാൻ വിശദമായിട്ട് പറയാൻ ശ്രമിക്കാം. കേസരിയുടെ സാഹിത്യ കലാചിന്തയുടെ കാതൽ
ഞാൻ ഈ പറഞ്ഞ ചരിത്രവൽക്കരണമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് അദ്ദേഹം ആശ്രയിച്ചത് 3 സമീപനങ്ങളെയാണ്. ഒന്ന്, അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഉണക്കശാസ്ത്രിത്വം എന്ന് പരിഹസിക്കപ്പെട്ട, കേസരിയെ വിളിച്ചിരുന്നൊരു പേരാണ് കേട്ടോ, ഉണക്കശാസ്ത്രി എന്നാണ്. കാരണം ഒട്ടും എന്താ പറയുക, അലങ്കാര ഭംഗിയില്ലാത്ത പരുഷമായ വാക്കിലാണ് കേസരി എഴുതുക. ഇപ്പോൾ ഒരു കൃതിയിലെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയണമെങ്കിൽ കേസരി പറയുക ഈ കവിതയിൽ പൊന്തിച്ച് കാണുന്ന ആശയം എന്നാണ്. അല്ലാതെ പ്രധാനപ്പെട്ട ആശയം എന്ന് ഭംഗിയുള്ളൊരു വാക്ക് പറയില്ല, പൊന്തിച്ച് കാണുക എന്ന ഒരു വികൃതമായ വാക്കാണ് കേസരി ഉപയോഗിക്കുക. അങ്ങനെ ധാരാളം വികൃതമായ മലയാള പദങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് കേസരിയുടേത് വിലക്ഷണ മലയാളമാണ് എന്നൊരാക്ഷേപം അക്കാലത്തുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വിജയമാഷ് കേസരി കൃതികൾക്ക് എഴുതിയ ആമുഖത്തിൽ പറയുന്ന ഒരു വാക്യം എന്താണെന്ന് വെച്ചാൽ, ജഹൽ ലക്ഷണ അജഹൽ ലക്ഷണ ജഹദ ജഹൽ ലക്ഷണ എന്ന് പറഞ്ഞപ്പോഴൊന്നും വിലക്ഷണത തോന്നാത്ത ആളുകൾക്ക് പരാജയ പ്രസ്ഥാനം എന്ന് കേട്ടപ്പോൾ ഭയങ്കര വിലക്ഷണത തോന്നിയത് കൗതുകമായിരിക്കുന്നു എന്നാണ് കേസരി ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പം കേസരി എന്തുകൊണ്ടാണ് ഈ പേരുകളൊക്കെ മാറ്റിയിട്ടത് ഞാൻ പിന്നീട് പറയണമെന്ന് എഴുതിയതാണ്, ഇപ്പം തന്നെ പറയാം. കേസരി ഇപ്പോൾ റിയലിസത്തിന് യഥാതഥം എന്ന വാക്ക് ഉപയോഗിക്കാതെ പരാജയ പ്രസ്ഥാനം എന്ന് ഉപയോഗിച്ചു. റൊമാൻറ്റിസിസത്തിന് കാൽപ്പനികത എന്ന വാക്ക് ഉപയോഗിക്കാതെ മനം നോക്കി എന്നുപയോഗിച്ചു. ഫോവിസത്തിന് കാടത്താത്മകത്വം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. സറിയലിസത്തിന് സ്വപ്ന പ്രസ്ഥാനം എന്നുപയോഗിച്ചു. ഇങ്ങനെയുള്ള വാക്കുകൾ ഇന്നലെ പറഞ്ഞതുപോലെ നിവർത്തനം എന്ന വാക്ക് വിട്ടിട്ട് പൗരസമത്വം എന്നുപയോഗിച്ചു. ഇതൊന്നും ഒരു കൃത്രിമത്വത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതല്ല. ഇപ്പം റിയലിസത്തെക്കുറിച്ചുള്ള കേസരിയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, റിയലിസം എന്ന് പറയുന്നത് ഒരു സാങ്കേതിക രീതിയുമാണ്, ഒരു ഭാവുകത്വവുമാണ്. സാങ്കേതിക രീതി എന്ന നിലയിൽ റിയലിസം വസ്തു യാഥാർത്ഥ്യങ്ങളെ അതേപടി പകർത്തി കാണിക്കലാണ്. ഫോട്ടോഗ്രാഫിക് റിയലിസമാണ് അതിൻ്റെ മാക്സിമം. പക്ഷേ ഭാവുകത്വം, സെൻസിബിലിറ്റി എന്ന നിലയിൽ റിയലിസം വേറൊരു കാര്യമാണ്. അത് കേസരി പറയുന്നത് സമുദായത്തിൻ്റെ ജീർണത മൂലം വ്യക്തികളുടെ ജീവിതം നിരന്തരം പരാജയമടയുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ സമുദായ ജീർണതയെ തുറന്നു കാണിക്കലാണ് റിയലിസം. അതായത് സ്റ്റെൻഡാളിൻ്റെയും ബെൽസാക്കിൻ്റെയും മൊപ്പസാങ്ങിൻ്റെയും ഒക്കെ കൃതികളിൽ കാണുന്ന റിയലിസം അത് വസ്തുയാഥാർത്ഥ്യത്തെ അതേപടി പകർത്തി കാണിക്കുന്ന ഒരു സാങ്കേതിക രീതിയല്ല, മറിച്ച് സാമൂഹ്യ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഒരു സവിശേഷ വീക്ഷണമാണ്. പരാജയമടയുന്ന വ്യക്തി ജീവിതങ്ങൾ, ആ പരാജയമടയുന്ന വ്യക്തി ജീവിതത്തിൻ്റെ അടിസ്ഥാന കാരണം വാസ്തവത്തിൽ സാമുദായികമായ ജീർണതയാണ്. അതുകൊണ്ട് സാമുദായിക ജീർണതകളിൽ പെട്ട് പരാജയമടയുന്ന മനുഷ്യരുടെ ജീവിത യാതനകളെ പ്രകാശിപ്പിക്കുകയും അതിനെ ആവിഷ്കരിക്കാനായിട്ട് റിയലിസ്റ്റ് സങ്കേതം വേണമെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം. കേസരി പറഞ്ഞ ഒരു കാര്യം, റിയലിസ്റ്റ് ഭാവുകത്വത്തിന് റിയലിസ്റ്റ് സാങ്കേതിക രീതി തന്നെ വേണമെന്നില്ല. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് റിയലിസ്റ്റ് ഭാവുകത്വത്തെ പ്രകാശിപ്പിക്കാനായിട്ട് റൊമാൻറ്റിക് സാങ്കേതിക രീതിയോ അല്ലെങ്കിൽ ഫാൻറ്റാസ്റ്റിക്കായ സാങ്കേതിക രീതിയോ ഇംപ്രഷനിസ്റ്റിക്കായ സാങ്കേതിക രീതിയോ ഉപയോഗിക്കാം. ടെക്നിക്കിനെയും സെൻസിബിലിറ്റിയെയും കൂട്ടിക്കുഴയ്ക്കരുത്. ടെക്നിക്ക് എന്ന് പറയുന്നത് ആവിഷ്കാര തന്ത്രമാണ്, അനുഭൂതി എന്ന് പറയുന്നത് ഒരു ചരിത്രഘട്ടം ജന്മം നൽകിയ സവിശേഷമായ ഒരു ഭാവുകത്വമാണ്. മലയാളത്തിൽ പലപ്പോഴും റിയലിസം എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടതിൽ വലിയൊരു പങ്ക് വാസ്തവത്തിൽ റൊമാൻറ്റിക് സെൻസിബിലിറ്റിയും റിയലിസ്റ്റ് ടെക്നിക്കുമാണ്. ഇപ്പോൾ നമ്മൾ ഓടയിൽ നിന്ന് നോക്കിയാൽ പപ്പു എന്ന് പറയുന്ന കഥാപാത്രം വാസ്തവത്തിൽ റൊമാൻറ്റിസിസത്തിൻ്റെ മൂശയിൽ പണിതെടുത്ത ഒരാളാണ്. റൊമാൻറ്റിസിസത്തിൻ്റെ മൂശയിൽ പണിതെടുക്കപ്പെട്ട ആദർശാത്മകമായ ഒരു പ്രതിരോധത്തിൻ്റെ വീരനായകത്വത്തിൻ്റെ മാതൃകയാണ് വാസ്തവത്തിൽ പപ്പുവിനുള്ളത്. അതൊരു റിയലിസ്റ്റ് ഹീറോയല്ല, അതൊരു റൊമാൻറ്റിക് ഹീറോയാണ്. ഈ റൊമാൻറ്റിക് ഹീറോയിനെ അവതരിപ്പിക്കുന്ന നോവലിൻ്റെ സാങ്കേതികത പക്ഷേ റിയലിസത്തിൻ്റെതാണ്. അതുകൊണ്ട് ഓടയിൽ നിന്നെന്ന് പറയുന്നത് കേസരിയുടെ ഭാഷയിൽ നോക്കിയാൽ ഒരു റിയലിസ്റ്റ് നോവൽ എന്നതിനേക്കാൾ റിയലിസ്റ്റ് സാങ്കേതികതയുള്ള ഒരു റൊമാൻറ്റിക് നോവലാണ്. കേസരി ഭാവുകത്വത്തെ കേന്ദ്രത്തിൽ വെച്ചു. രൂപസംവിധാനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നാച്ചുറലിസ്റ്റ് ആകണമെന്നോ അല്ലെങ്കിൽ റിയലിസ്റ്റ് ആകണമെന്നോ അദ്ദേഹം നിർബന്ധം ചെലുത്തിയതുമില്ല. അതുകൊണ്ട് പരാജയമടയുന്ന വ്യക്തി ജീവിതങ്ങൾ,
ആ വ്യക്തി ജീവിതത്തിൻ്റെ പരാജയങ്ങൾക്ക് കാരണമായ സമുദായ ജീർണത, ഇത് രണ്ടും അതിരൂക്ഷമായി പ്രകാശിപ്പിക്കലാണ് റിയലിസ്റ്റ് കലയുടെ ദൗത്യം. അതുകൊണ്ട് അദ്ദേഹം റിയലിസത്തെ പരാജയ പ്രസ്ഥാനം എന്ന് വിളിച്ചു. റൊമാൻറ്റിക്കുകൾ എന്ത് ചെയ്യുന്നു? ലോകയാഥാർത്ഥ്യത്തിൽ നിന്ന് തങ്ങളുടെ മാനസികമായ അനുഭൂതി സഞ്ചയങ്ങളാക്കി മാറ്റുകയും ഈ മാനസികമായ അനുഭൂതി സഞ്ചയത്തെ കവിതയായി കലയായി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ലോകത്തെ അവർ കാണുന്നത് ലോകയാഥാർത്ഥ്യമായിട്ടല്ല, തങ്ങളുടെ മാനസിക അനുഭൂതിയായിട്ടാണ്. ആരോ പറഞ്ഞതുപോലെ ചങ്ങമ്പുഴ വൈകുന്നേരം നടക്കാനിറങ്ങുകയും വഴിവക്കിൽ ഒരു പെൺകുട്ടിയെ കാണുകയും ആ പെൺകുട്ടി തന്നെ നോക്കി പുഞ്ചിരിച്ചതായിട്ട് അദ്ദേഹം തെറ്റിദ്ധരിക്കുകയും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് അദ്ദേഹം അങ്ങനെ നിരന്തരം തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് എന്നാണ് പറയാറുള്ളത്. അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ആ പുഞ്ചിരിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ച് ഓർത്ത് ഉറങ്ങാൻ കിടക്കുകയും അദ്ദേഹം ഉറങ്ങിപ്പോവുകയും പിറ്റേന്ന് കാലത്ത് എഴുന്നേറ്റ് ഇന്നലെ രാത്രിയിൽ ഞാനൊരു പൂവിൻ്റെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി എന്ന് എഴുതുകയും ചെയ്യുമ്പോൾ ഒരു റൊമാൻറ്റിക് ഇമാജിനേഷൻ പൂർത്തിയാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് റൊമാൻറ്റിക് ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഈ ഉള്ളിലേക്കുള്ള പോക്കാണ്, തന്നിലേക്ക് തന്നെയുള്ള പോക്കാണ്. യാഥാർത്ഥ്യത്തെ തൻ്റെ ഉള്ളിലേക്ക് മാറ്റില്ല, അതിനെ പ്രകാശിപ്പിക്കല. അതുകൊണ്ട് മനം നോക്കിയ ലോകത്തെ നോക്കുകയല്ല. എഴുത്തച്ഛനെ നമ്പ്യാരെയും ചേർത്ത് വെച്ച് കേസരി 2 പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി. എഴുത്തച്ഛൻ്റേത് തേവർ വാഴ്ത്തി പ്രസ്ഥാനമാണ്, നമ്പ്യാരുടേത് തേവർ വീഴ്ത്തി പ്രസ്ഥാനമാണ്. ഒരുപക്ഷെ നമ്പ്യാരും എഴുത്തച്ഛനും തമ്മിലുള്ള താരതമ്യത്തിൽ ഇത്ര കണിശത വേറെ ഏതെങ്കിലും ഒരു വിശേഷണത്തിന് ഉണ്ടാവില്ല. തേവർ വാഴ്ത്തി പ്രസ്ഥാനവും തേവർ വീഴ്ത്തി പ്രസ്ഥാനവുമാണ്. എഴുത്തച്ഛനും നമ്പ്യാരും കൈകാര്യം ചെയ്തത് ഒരേ പ്രമേയമാണ്, പുരാണലോകം, പുരാണ കഥകൾ, സന്ദർഭങ്ങൾ. അതിൽ പക്ഷേ എഴുത്തച്ഛനുണ്ടാക്കിയെടുത്ത ഒരു ഐതിഹ്യാത്മക ലോകത്തെ, അതിനെതിരെ ആ ഐതിഹ്യാത്മകതയെ നിത്യജീവിതത്തിൻ്റെ അതിസാധാരണതയിലേക്ക് വലിച്ചു താഴ്ത്തി അതിനെ നിലംപരിശാക്കിയ ഒരാളായിരുന്നു നമ്പ്യാർ. വാസ്തവത്തിൽ നമ്പ്യാർ മലയാള കവിതയിലെ ഒരു അത്ഭുത സാന്നിധ്യമാണ്. അത് തിരിച്ചറിഞ്ഞ ഒരാൾ കേസരിയാണ്. മലയാളിക്ക് യഥാർത്ഥത്തിൽ 2 ജനകീയ കവികളെ ഉള്ളൂ എന്നും അതൊന്ന് നമ്പ്യാരും രണ്ടാമത്തേത് ചങ്ങമ്പുഴയുമാണ് എന്ന് കേസരി എഴുതുന്നുണ്ട്. ആ ജനകീയതയുടെ കാരണം അദ്ദേഹം കണ്ടെത്തുന്നത് കവിതയിൽ മാത്രമല്ല, മലയാളിയുടെ മനോഭാവത്തിൻ്റെ സവിശേഷ പ്രകാരത്തിലും അദ്ദേഹം അതിനെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നാലെ ഞാൻ പറയാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, കേസരിയുടെ ഈ പ്രസ്ഥാനവൽക്കരണം, പല പ്രസ്ഥാനങ്ങളിലേക്ക് കവിതകളെ ചേർത്ത് വയ്ക്കുക, അവ തമ്മിലുള്ള അനുപാതമൊക്കെ പറയും. ഇപ്പം ചില കവിതകളെക്കുറിച്ച് എഴുതുന്ന സമയത്ത് ഇതിൽ 64% സിംബലിസവും 22% ഇമേജിസവും അവശേഷിക്കുന്നത് റിയലിസവുമാണ് എന്നൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വാസ്തവത്തിൽ കവിതാ നിരൂപണത്തിലൊന്നും പ്രയോഗിച്ചുകൂടാത്തൊരു തന്ത്രമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ആളുകൾ പറഞ്ഞത് കവിത വായിക്കാൻ അറിഞ്ഞുകൂടാത്ത, സാഹിത്യം വായിച്ചാൽ മനസ്സിലാവാത്ത ഒരു ഉണക്ക ശാസ്ത്രിയാണ് ഇയാൾ എന്നാണ്. 1949 മംഗളപത്രത്തിന് മറുപടി പറയുന്ന സമയത്ത് കേസരി അതേക്കുറിച്ച് പറയുന്നുണ്ട്. സരസനായൊരു യുവ സാഹിത്യകാരൻ എൻ്റെ വിമർശനത്തെ എന്നെ ഉണക്ക ശാസ്ത്രി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അടുത്ത വാചകം ഇതാണ്: എൻ്റെ ഉണക്ക ശാസ്ത്രിത്വത്തിനു പുറകിൽ വാസ്തവത്തിൽ ഒരു പച്ച സാധനമുണ്ട് എന്നാണ്. ആ പച്ച സാധനം മനുഷ്യവംശത്തോട് ആകമാനമുള്ള കരുതലാണ്. പിന്നീടാണ് അദ്ദേഹം ഇന്നലെ ഞാൻ ഉദ്ധരിച്ച ആ വാക്യം അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിക്കൽ നോട്ട്സിൽ എഴുതുന്നത്, മനുഷ്യവംശത്തോട് ആകമാനമുള്ള സ്നേഹവും കരുതലും സ്നേഹശൂന്യതയായിട്ടാണ് പുറത്ത് പ്രത്യക്ഷപ്പെടുക എന്ന്. അതും കേസരിക്ക് അറിയുന്നൊരു കാര്യമാണ്. ടെൻഡർനെസ് ആൻഡ് അഫെക്ഷൻ ടുവേഴ്സ് ദ ഹ്യൂമാനിറ്റി ഇൻ ജനറൽ മേ അപ്പിയർ ആൻ ആബ്സെൻസ് ഓഫ് അഫെക്ഷനേറ്റ് ക്യാരക്ടർ. ഇങ്ങനെ തന്നിൽ തന്നെയുള്ള ഈ വൈരുദ്ധ്യത്തെ അദ്ദേഹം തിരിച്ചറിയുകയും കലയുടെ ഈ വൈരുദ്ധ്യത്തെ അദ്ദേഹം സൂക്ഷ്മമായിട്ട് നോക്കുകയും ചെയ്തു. അങ്ങനെ കലയെ ചരിത്രവൽക്കരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായി പ്രസ്ഥാനം എന്നൊരാശയത്തെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നു. അത് നമ്മൾ കരുതുന്നത് പോലെ ഒരു പ്രസ്ഥാനമല്ല കേട്ടോ. അതായത് ഇന്ന് നമ്മൾ പ്രസ്ഥാനങ്ങളെന്ന് പറയുന്ന എല്ലാറ്റിനെയും കേസരി പ്രസ്ഥാനമായിട്ട് കണ്ടിട്ടില്ല. പ്രസ്ഥാനകൽപ്പന കേസരിയുടെ സവിശേഷമായൊരു രീതിയാണ്. രണ്ടാമത് അദ്ദേഹം സ്വീകരിച്ച ഒരു സമീപനം ബഹുവൈജ്ഞാനികത എന്നൊക്കെ നാം ഇന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതായത് ഒരു കലാവസ്തുവോ കവിതയോ അല്ലെങ്കിൽ മറ്റെന്തുമോ നിലവിൽ വരുന്നത് ഏതെങ്കിലും ഒരു ഘടകത്തിൻ്റെ ബലത്തിലോ
അതിൻ്റെ മാത്രം പ്രകാശനം എന്ന നിലയിലോ അല്ല, നിരവധി ഘടകങ്ങൾ കൂടിക്കലർന്ന ഒരു കൺവെർജൻസ് പോയിൻ്റാണ് ഒരു ആർട്ടിഫാക്റ്റ്, ഒരു കലാനിർമ്മിതി. അതൊരു കവിതയാകട്ടെ, ശില്പമാകട്ടെ, സംഗീത നാടകമാകട്ടെ, മറ്റുമെന്തുമാകട്ടെ. സോഷ്യോ ഹിസ്റ്റോറിക്കൽ കൺവെർജൻസ്, സാമൂഹികവും ചരിത്രപരവുമായ ഒരു സംയോഗസ്ഥാനമാണ് കലാവസ്തു. അതിനെ മനസ്സിലാക്കണമെങ്കിൽ അനവധി വിജ്ഞാനങ്ങളുടെ വഴിയിലൂടെ ആ ബിന്ദുവിലേക്ക് സഞ്ചരിക്കാനായിട്ട് നമുക്ക് കഴിയണം. അതല്ലാതെ അതിൽ നിന്ന് ഒരു ഘടകത്തെ തിരഞ്ഞെടുത്ത് അതിലൂടെ കലയെ മനസ്സിലാക്കാനുള്ള ശ്രമം കലയെ മനസ്സിലാക്കാൻ സഹായിക്കില്ല എന്നാണ് അദ്ദേഹം കരുതിയ രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു സമീപനായിട്ട് കേസരി അവതരിപ്പിച്ചത്, അദ്ദേഹം ഈ മംഗളപത്രത്തിനുള്ള മറുപടിയിൽ ആണ് ആ പേരിട്ട് വിളിച്ചത്. പക്ഷേ 10-30 വർഷം അദ്ദേഹം ഉപയോഗിച്ചത് ആ രീതിയാണ് ഫങ്ഷണലിസം എന്ന് അദ്ദേഹം വിശദീകരിച്ച ഒരു തത്വമാണ്. ഫങ്ഷണലിസം എന്ന് പറഞ്ഞാൽ ലളിതമാണ്. ഒരു കലാവസ്തു എന്തിനു വേണ്ടിയാണോ ഉണ്ടാക്കുന്നത് ആ ലക്ഷ്യം നിറവേറ്റാൻ അത് പ്രാപ്തമാണോ എന്നാണ് വിമർശനത്തിൽ നാം പരിശോധിക്കേണ്ടത്, വിലയിരുത്തലിൽ പരിശോധിക്കേണ്ടത്. അല്ലാതെ എല്ലാറ്റിനും ബാധകമായ പൊതുമാനദണ്ഡമുണ്ട് എന്ന് കരുതരുത്. കേസരി അത് ഏറ്റവും നന്നായി ഉപയോഗിച്ചത് ഈ പുരോഗമന സാഹിത്യകാരന്മാർ തെറിയെഴുത്തുകാരാണ്, അശ്ലീൽ എഴുതുന്നവരാണ് എന്ന അക്കാലത്ത് വലിയ ആക്ഷേപമുണ്ട്. കാരണം ദേവും ബഷീറും ഒക്കെ സാമൂഹിക ദുരന്തങ്ങളെക്കുറിച്ച്, പട്ടിണിയെക്കുറിച്ച്, വ്യഭിചാരത്തെക്കുറിച്ച്, വേശ്യാവൃത്തിയെക്കുറിച്ച് ഒക്കെ എഴുതുന്നു. ഇതെല്ലാം അശ്ലീലാണ് എന്നാണ് അന്നുള്ള ആക്ഷേപം. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവരെല്ലാം കൂടി ചേർന്ന് ആദ്യത്തെ ഒരു കഥാപുസ്തകം ഇറക്കുമ്പോൾ ആ പുസ്തകത്തിനിട്ട പേര് തന്നെ 5 ചീത്ത കഥകൾ എന്നാണ്. വർക്കിയും ദൈവമൊക്കെ എഴുതിയ കഥകൾ. ഇവർ സ്വയം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അശ്ലീലമൊന്നുമല്ല എഴുതുന്നത്, സാമൂഹിക യാഥാർത്ഥ്യം എഴുതുന്നു, അത് അശ്ലീലമായി അനുഭവപ്പെടുന്നത് നിങ്ങൾക്കാണ്, അതാണ് സത്യം എന്ന മട്ടിലാണ് എഴുതിയത്. കേസരി പക്ഷേ അതിന് കൊടുത്ത വിശദീകരണം വേറൊന്നാണ്. കേസരി പറഞ്ഞത് പുരോഗമന സാഹിത്യം ഒരർത്ഥത്തിൽ തെറി എഴുതലാണ് എന്ന് മാത്രമല്ല, പുരോഗമന സാഹിത്യത്തിൻ്റെ ദൗത്യം തെറി എഴുതൽ തന്നെയാണ്. എന്തുകൊണ്ട്? പുരോഗമന സാഹിത്യം എന്ന് പറയുന്നത് സമുദായത്തെ സുഖിപ്പിക്കുന്ന സാഹിത്യമല്ല, രസിപ്പിക്കുന്ന സാഹിത്യമല്ല, അലോസരപ്പെടുത്തുകയും ഞെട്ടിക്കുകയും ചെയ്യുന്ന സാഹിത്യമാണ്. സമുദായ ജീർണത ചൂണ്ടിക്കാണിച്ച് സമുദായത്തിൻ്റെ സ്വസ്ഥ നിദ്രയിൽ നിന്ന് ആ സമുദായത്തെ ഞെട്ടിച്ചുണർത്തുക എന്നതാണ് പുരോഗമന സാഹിത്യത്തിൻ്റെ ദൗത്യം. അങ്ങനെ സമുദായത്തെ ഞെട്ടിക്കുകയാണ് നിങ്ങളുടെ സാഹിത്യത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ സാഹിത്യം അതിനുതകുന്ന രീതിയിൽ വേണം ആവിഷ്കരിക്കാൻ. ഒരാളെ ഞെട്ടിക്കാൻ ഏറ്റവും നല്ലത് തെറി പറയലാണ്. അതുകൊണ്ട് പുരോഗമന സാഹിത്യം അതിൻ്റെ ലാർജർ സെൻസിൽ തെറി പറയുക തന്നെയാണ് വേണ്ടത്. അതിലൊരു തകരാറുമില്ല എന്നാണ് കേസരി കൊണ്ടുവന്ന തത്വം. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ ഫങ്ഷണലിസം എന്താണെന്ന് വെച്ചാൽ വേണ്ടത്ര കാറ്റും വെളിച്ചവും കടക്കുന്ന മട്ടിൽ അതിൻ്റെ ജനലുകളും വാതിലുകളും ഒക്കെ വിന്യസിക്കുക, വേണ്ടത്ര പ്രകാശമുള്ള ഒന്നായി അത് പണിതീർക്കുക എന്നാണ് വാസ്തുശില്പത്തിൻ്റെ ഫങ്ഷണലിസം. അപ്പോൾ ഒരു സാധനം നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതിൻ്റെ താത്വികമായ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കലാവസ്തു എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഒരു സവിശേഷ സന്ദർഭത്തിൽ ഉണ്ടാകുന്നതും ചില സവിശേഷ ദൗത്യങ്ങളോടെ നിലവിൽ വരുന്നതും ആണ്. നമ്മുടെ കലാസങ്കല്പം പക്ഷേ ഈ ഘടകത്തെ പരിഗണിക്കില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ കലാചരിത്രം കേസരി വളരെ കൂടുതൽ പരിഗണിച്ചൊരു കാര്യമാണ്. നമ്മളിന്ന് കലാചരിത്രം എടുത്താൽ ഗുഹാചിത്രങ്ങൾ, എടയ്ക്കലിലെ ഗുഹാചിത്രങ്ങൾ, ഭീംബേട്കയിലെ ഗുഹാചിത്രങ്ങൾ, അല്ലെങ്കിൽ അൾത്താമറയിലെയും മറ്റും ഗുഹാചിത്രങ്ങൾ, അവിടെ നിന്ന് തുടങ്ങി 20-ാം നൂറ്റാണ്ട് വരെയുള്ള എല്ലാ രചനകളെയും ചേർത്താണ് ചിത്രകലയുടെ ചരിത്രം എന്ന് പറയുക. അതിനിടയിൽ ധൂളി ചിത്രങ്ങൾ വരും, മുഖത്തെഴുത്ത് വരും, അമ്പലച്ചുമരിലെ ചിത്രങ്ങൾ വരും, റത്താഴ ചിത്രങ്ങൾ വരും, ക്യാൻവാസിലെ ചിത്രങ്ങൾ വരും. നീർച്ചായം എന്ന് കേസരി വിളിക്കുന്ന, കേസരി ജലച്ചായത്തിന് കൊടുത്ത നല്ലൊരു പേരാണ്, നീർച്ചായം എന്നാണ് കേസരി ഉപയോഗിക്കുക, ജലച്ചായം എന്ന് അദ്ദേഹം എഴുതുന്നില്ല. ആ ചിത്രങ്ങൾ വരും, ഇതെല്ലാം വരും. ഇവിടെ ഉള്ളൊരു ഒരു ഗൗരവമുള്ള ചോദ്യം എന്താ വെച്ചാൽ, എന്തിനാണ് ഗുഹാഭിത്തിയിൽ പ്രാചീന മനുഷ്യർ പടം വരച്ചത്? അതിനെ ചിത്രമെന്ന് നാം ഇന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? പ്രാചീന മനുഷ്യർ 30,000-ഓ 50,000-ഓ അല്ലെങ്കിൽ 8,000-ഓ വർഷം മുമ്പ് ഗുഹാഭിത്തിയിൽ വരയ്ക്കുന്നത് നാം ഇന്ന് വരയ്ക്കുന്ന അർത്ഥത്തിൽ ചിത്രം വരയ്ക്കാനല്ല. ഒന്നുകിൽ ഒരു വേട്ടയുടെ പ്രീ പ്ലാനിങ് ആണ്, അല്ലെങ്കിൽ മന്ത്രവാദപരമായി തങ്ങളുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യത്തെ മാന്ത്രികമായി കീഴടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ തീർത്തും വ്യത്യസ്തമായ, നമ്മൾ ഇന്ന് ചിത്രം എന്ന് കരുതുന്നതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു ഫങ്ഷനാണ് ഈ ഗുഹാഭിത്തിയിലെ വരയ്ക്കുള്ളത്. അത് ചിത്രപരമായ ഒന്നല്ല, ഞാൻ പറഞ്ഞ എസ്തെറ്റിക് അല്ല.
നമ്മളിന്ന് കാണുന്ന എസ്തറ്റിക്കായ ഒരു അംശവും അല്ല അതിൻ്റെ താല്പര്യം. ഇതല്ല കളമെഴുത്തിലുള്ളത്, ഇതല്ല അമ്പലച്ചുമരിലുള്ളത്, ഇതല്ല ക്യാൻവാസിലുള്ളത്, ഇതല്ല ഇൻസ്റ്റലേഷനിലുള്ളത്. ഓരോ പ്രകരണത്തിലും കലാവസ്തുവിൻ്റെ ധർമ്മം ഓരോന്നാണ്. പക്ഷെ നമ്മളിതിനെ കലയാക്കുമ്പോൾ ഈ സവിശേഷമായ മുഹൂർത്തത്തെ കലയിൽ നിന്ന് എടുത്തു മാറ്റുകയും ചിത്രത്തെ വരകളും നിറങ്ങളും രൂപനിർമ്മാണവും എന്ന കേവല തത്വത്തിലേക്ക് ചുരുക്കുകയും ചെയ്യും. വരകളും നിറങ്ങളും ഉപയോഗിച്ച് രൂപനിർമ്മാണം നടത്തുന്നതാണ് ചിത്രം എന്ന് സങ്കല്പിച്ചാൽ മാത്രമാണ്, അഥവാ ചിത്രത്തിൻ്റെ മൂർത്ത ജീവിതത്തിൽ നിന്ന് ഒരമൂർത്ത വസ്തുവായി ചിത്രത്തെ പറിച്ചു മാറ്റിയാൽ മാത്രമാണ് 8000 കൊല്ലം മുമ്പുള്ള ഒരു ഗുഹാഭിത്തിയിലെ വരയിൽ നിന്ന് രവിവർമ്മയിലേക്കോ KCS പണിക്കരിലേക്കോ ഇപ്പോൾ ഉള്ള ചിത്രകലയിലേക്കോ നമുക്കൊരു രേഖ നേർവര വരയ്ക്കാൻ പറ്റും. അങ്ങനെ വരച്ചുണ്ടാക്കുന്ന ചരിത്രത്തിൻ്റെ പേരാണ് കലാചരിത്രം. അപ്പം കേസരി ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വരയ്ക്കുന്ന വരയിൽ വാസ്തവത്തിൽ നിങ്ങൾ വിട്ടുകളയുന്ന ഒരു ഘടകമുണ്ട്, അതതിൻ്റെ ഫങ്ഷനാണ്. ഈ ഫങ്ഷനാണ് അതിൻ്റെ ഹിസ്റ്റോറിസിറ്റിയുടെ ആധാരം. അതുകൊണ്ട് ഈ ഫങ്ഷനിലേക്ക് കലയെ കൊണ്ടുപോകണം. ഫങ്ഷനിലേക്ക് കലയെ കൊണ്ടുപോയപ്പോഴാണ് എഴുത്തച്ഛനെ തേവർ വാഴ്ത്തിയെന്നും നമ്പ്യാരെ തേവർ വീഴ്ത്തിയെന്നും കേസരി വിളിച്ചത്. കാരണം ഫങ്ഷൻ മാറുന്നു. അതുകൊണ്ട് കേസരിയുടെ കലാനിരൂപണത്തിൻ്റെ സാഹിത്യ വിമർശനത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആഴമേറിയ ചരിത്രവൽക്കരണമാണ്. ഈ ചരിത്രവൽക്കരണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 ഉപാധികളായിട്ട് ഒന്നാമതായി അദ്ദേഹം പ്രസ്ഥാനത്തെ കണ്ടു, രണ്ടാമതായി അദ്ദേഹം അതിൻ്റെ ബഹുവൈജ്ഞാനിക ജീവിതത്തെ കണ്ടു, മൂന്നാമത് ഫങ്ഷണലിസം എന്ന തത്വത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. പ്രസ്ഥാനം എന്നതുകൊണ്ട് കേസരി വേറൊരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നൊരു വാക്യം ഏതാണ്ട് ഇങ്ങനെയാണ്: ചരിത്രപരമായി രൂപപ്പെട്ടു വരുന്ന മനുഷ്യാനുഭവങ്ങളെ വ്യവസ്ഥപ്പെടുത്തലാണ് പ്രസ്ഥാനം. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ മഹാകാവ്യ പ്രസ്ഥാനം ഒരു പ്രസ്ഥാനമല്ല, അതേസമയം റിയലിസം ഒരു പ്രസ്ഥാനമാണ്. കാരണം റിയലിസം ഒരു പുതിയ സെൻസിബിലിറ്റിയെ, ജീവിത പരിണാമങ്ങളുടെ ഭാഗമായി മനുഷ്യർ സവിശേഷമായ പുതിയ ലോകബോധ്യങ്ങളിലേക്ക് എത്തിപ്പെടും. അങ്ങനെ പുതിയ ലോകബോധ്യങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് അതിന് രൂപം നൽകുന്നവരാണ് പ്രസ്ഥാന നായകർ. അതുകൊണ്ട് അവരെ മഹാകവികൾ എന്ന് കേസരി വിളിക്കുന്നു. കേസരി മഹാകവി എന്ന് വിളിക്കുന്നത് പ്രസ്ഥാനങ്ങൾക്ക് ജന്മം നൽകുന്നവരാണ്, ഭാവപരമായ മഹാവിപ്ലവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നവരാണ് പ്രസ്ഥാന നായകന്മാർ. അവരെ പ്രസ്ഥാനം ആയിട്ട് അതിനെ പ്രസ്ഥാനമായിട്ട് കാണേണ്ടതുള്ളൂ. ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പച്ചമലയാള പ്രസ്ഥാനം, രാജരാജവർമ്മ പ്രസ്ഥാനം, കേരളവർമ്മ പ്രസ്ഥാനം, അല്ലെങ്കിൽ മഹാകാവ്യ പ്രസ്ഥാനം എന്നെല്ലാം പറയുന്നത് പ്രസ്ഥാനങ്ങളല്ല, അവ സാങ്കേതികമായ ഉപപ്രസ്ഥാനങ്ങളാണ്. മറിച്ച് റൊമാൻറ്റിസിസം ഒരു പ്രസ്ഥാനമാണ്. കാരണം റൊമാൻറ്റിസിസം മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള പുതിയ ഒരു ബോധ്യം കൊണ്ടുവരുന്നു. മനുഷ്യൻ്റെ കഴിവുകൾക്ക് അതിരില്ല എന്ന ബോധ്യം വരുന്നു. വർത്തമാനകാലത്തോട് വിമുഖമായി ഭൂതകാലത്തിൻ്റെയും വിദൂര ലോകങ്ങളുടെയും അഭൗമമായ ഭംഗിയിലേക്ക് അത് സഞ്ചരിക്കുന്നു. അല്ലെങ്കിൽ കവി സ്വയം ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ പരിവേഷം ഏറ്റെടുത്ത് ലോകയാതനകൾക്ക് നടുവിൽ ബലിയായിത്തീരുന്ന ഒരാളാണ് താൻ, ഈ ലോകത്തിൻ്റെ മഹാദുഃഖങ്ങളെ മുഴുവൻ താനായി താങ്ങുന്നു എന്ന ബോധ്യത്തിലേക്ക് കവി മാറുന്നു. ഇങ്ങനെ പുതിയ ഒരു ആത്മബോധത്തിൻ്റെ പ്രകാശന സ്ഥാനമാണ് റൊമാൻറ്റിസിസം. അതുകൊണ്ട് അതൊരു പ്രസ്ഥാനമാണ്. ഇങ്ങനെ ഭാവുകത്വപരമായ പരിവർത്തനങ്ങൾ, ഈ ഭാവുകത്വപരമായ പരിവർത്തനങ്ങൾ ആരുടെയെങ്കിലും ചിലരുടെ തലയിൽ ഉദിക്കുന്ന പുതിയ ബോധ്യങ്ങളല്ല, മറിച്ച് ഒരു കാലത്തിൻ്റെ മഹാവിച്ഛേദമാണ് ഈ ഭാവുകത്വ പരിവർത്തനത്തിന് കാരണമാകുന്നത്. അതിനെ പ്രകാശിപ്പിക്കുന്നവരാണ് മഹാകവികൾ, പ്രസ്ഥാന നായകർ. മറ്റുള്ളതൊക്കെ സാങ്കേതികമായ ഉപപ്രസ്ഥാനമാണ്. അതുകൊണ്ട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പച്ചമലയാള പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അതൊരു ഉപപ്രസ്ഥാനമാണ്. പക്ഷേ തകഴി ശിവശങ്കരപിള്ള റിയലിസം എന്ന് പറയുമ്പോൾ അതൊരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തകഴി ഒരു മഹാകവിയും കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഒരു ചെറുകവിയുമാണ് കേസരിക്ക്. കേസരി ബഷീറിനെയും തകഴിയെയും ഒക്കെ മഹാകവി എന്ന് വിളിക്കുന്നു, ആശാന മഹാകവി എന്ന് വിളിക്കുന്നു. അതേസമയം കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെയോ ഉള്ളൂരിനെയോ ഒക്കെ അദ്ദേഹം സാങ്കേതിക സ്വഭാവമുള്ള ചെറുകവികളായിട്ട് കാണുകയും ചെയ്യുന്നു. ഇങ്ങനെ കവിത്വ സങ്കല്പത്തെയും പ്രസ്ഥാന സങ്കല്പത്തെയും ആകമാനം പൊളിച്ചു പണിയുന്ന ഒന്നാണ് കേസരിയുടെ പ്രസ്ഥാന ഭാവന. കേസരി ഭാവം, പ്രസ്ഥാനത്തെ വിശദീകരിക്കാൻ കേസരി കൊടുക്കുന്ന ഒരു കാര്യം ഇതാണ്: സമൂഹത്തിൽ
മാറി മാറി വരുന്ന വീക്ഷണകോടികൾക്കനുസരിച്ച് സാഹിത്യകാരന്മാരിലും കലാകാരന്മാരിലുമൊക്കെ ജനിക്കുന്ന വീക്ഷണഗതിയാണ് ഭാവം. ഇത് തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കണം. സമൂഹത്തിൻ്റെ വിപുലമായ ഘടനയിൽ വരുന്ന മാറ്റം, കലാകാര ബോധ്യത്തിലുണ്ടാകുന്ന പരിവർത്തനത്തിനെയാണ് ഭാവം എന്ന് വിളിക്കുന്നത്. ഭാവത്തെ ആശ്രയിച്ചുള്ള മാറ്റമാണ് കലയിലെ പ്രസ്ഥാനം. രൂപത്തെയും സങ്കേതത്തെയും മുൻനിർത്തുന്ന മാറ്റത്തെ അദ്ദേഹം ഉപപ്രസ്ഥാനം ആയിട്ട് കാണുന്നുള്ളൂ. അപ്പം അദ്ദേഹം പറയുന്നത് ബൂർഷ്വാ വ്യക്തിവാദം, ആ ബൂർഷ്വാ വ്യക്തിവാദമാണ് റൊമാൻറ്റിസിസത്തിൻ്റെ അടിസ്ഥാനം. എന്താ ബൂർഷ്വാ വ്യക്തിവാദം? മനുഷ്യരുടെ കഴിവുകൾക്ക് അതിരില്ല. മാൻ ഈസ് ബോൺ ഫ്രീ എവരിവെയർ ബട്ട് ഹീ ഈസ് ഇൻ ചെയിൻസ് എന്ന് റൂസോ പറയും. മനുഷ്യൻ്റെ കഴിവുകൾ അപരിമേയമാണ്. ഈ അപരിമേയമായ മാനുഷിക ശേഷികളെ സമുദായം ചങ്ങലക്കിടുന്നു. അതുകൊണ്ട് ഈ ചങ്ങല പൊട്ടിക്കലാണ് പ്രധാനം. ഇത് ദൈവം നിലംപൊത്തിയതിന് ശേഷം ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യജീവിതം എന്ന സങ്കല്പത്തിനെതിരെ മാനുഷിക ശേഷിയുടെ പരമാവധിയിൽ വിശ്വാസമർപ്പിച്ച ഒരു കാലത്തിൻ്റെ ആവിഷ്കാരമാണ്. ഇതാണ് റൊമാൻറ്റിസിസമായിത്തീരുന്നത്. ആ റൊമാൻറ്റിസിസത്തിൻ്റെ സവിശേഷമായ മൂർച്ചയിലാണ് ഏറ്റവും കീഴ്സ്ഥായിയിലുള്ളൊരു ശബ്ദത്തിൽ നിന്ന് അത്യുച്ച സ്ഥായിയിലേക്ക് എല്ലാ ക്രമങ്ങൾക്കും കുറുകെ ബിഥോവൻ്റെ സിംഫണിയിൽ ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്നത് എന്ന് കേസരി എഴുതുന്നുണ്ട്. അത് മനോഹരമായൊരു നിരീക്ഷണമാണ്. കാരണം ബാക്കടക്കമുള്ള ആളുകൾ സംഗീതത്തിൻ്റെ ആരോഹണക്രമത്തെ പടിപടിയായും വ്യവസ്ഥാപിതമായും തങ്ങളുടെ സംഗീത ശില്പത്തിൽ നിർവഹിക്കുന്ന സമയത്ത് ബിഥോവൻ ഏറ്റവും താഴ്സ്തുതിയിലുള്ള, നിങ്ങൾ ചെവിയോർത്താൽ പോലും കേൾക്കാത്ത അത്ര സ്ഥായിയിലുള്ള ഒരു ശബ്ദത്തിൽ നിന്ന് അത്യുച്ഛമായ പ്രചണ്ഡമായൊരു ശബ്ദത്തിലേക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് കുതിച്ചു കയറുന്നു. അത് മനുഷ്യൻ്റെ ഈ സവിശേഷമായ പുതിയ സർഗബോധത്തെ, മനുഷ്യൻ്റെ അപരിമേയമായ ശേഷി എന്ന ബൂർഷ്വാ വ്യക്തിബോധത്തിൻ്റെ സംഗീതപരമായൊരാവിഷ്കാരമാണ് എന്നാണ്. ഇങ്ങനെ ഒരു കലാവസ്തുവിൻ്റെ ഉള്ളിലെ സാങ്കേതിക ഘടകത്തിൽ സന്നിഹിതമായിരിക്കുന്ന ചരിത്രബന്ധത്തെയാണ് കേസരി തേടിപ്പോയത്. അതാണ് കേസരിയുടെ ചരിത്രാന്വേഷണത്തിൻ്റെ പ്രത്യേകത. കേസരി ചരിത്രം കണ്ടെത്തിയത് മുഴുവൻ രൂപസംവിധാനത്തിൽ നിന്നാണ്. പക്ഷേ ചരിത്രത്തിൻ്റെ മഹാബലങ്ങളാണ് ഈ രൂപസംവിധാനത്തെ മാറ്റുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ കഴിവുകൾക്ക് അതിരില്ല എന്ന അപരിമേയമായ ഒരു ഭാവന, അത് ബൂർഷ്വാ വ്യക്തിവാദമായി തീരുന്നു. ആ ബൂർഷ്വാ വ്യക്തിവാദമാണ് റൊമാൻറ്റിസിസത്തിൻ്റെ അടിസ്ഥാനമെന്നും, എന്നാൽ മനുഷ്യൻ്റെ കഴിവുകൾ വളരെ പരിമിതമാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ് ക്ലാസിസിസത്തിൻ്റെ അടിസ്ഥാനം എന്നും അദ്ദേഹം കരുതുന്നു. അതുകൊണ്ട് ഓരോ ചരിത്രഘട്ടവും മാറി വരും. ഇപ്പോൾ കേസരി റിയലിസത്തിൽ നിന്ന് മോഡേണിസത്തിലേക്കുള്ള പരിവർത്തനത്തെക്കുറിച്ച് പറയുന്ന ഒരു സവിശേഷ സന്ദർഭമുണ്ട്. ശാസ്ത്രം മേൽക്കൈ നേടുകയും ശാസ്ത്രത്തിൻ്റെ വസ്തുനിഷ്ഠത ലോകയാഥാർത്ഥ്യത്തെ സുനിശ്ചിതമായി വിശദീകരിക്കാൻ കെൽപ്പുള്ളതാണ് എന്ന കാഴ്ചപ്പാടിന് മേൽക്കൈ വരികയും ചെയ്ത ഘട്ടത്തിൽ വസ്തുയാഥാർത്ഥ്യങ്ങളെ നേർക്കുനേരെ വിശദീകരിക്കാൻ കലയ്ക്ക് കഴിയും എന്ന കാഴ്ചപ്പാടാണ് യൂറോപ്പിൽ റിയലിസത്തിൻ്റെ അടിസ്ഥാനമായി മാറിയത്. അതുകൊണ്ട് ഒരു ഒബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ റിയൽ ഇത് സാധ്യമാണ്. എന്നാൽ ഐൻസ്റ്റൈൻ്റെ സാപേക്ഷതാ സിദ്ധാന്തവും ക്വാണ്ടം മെക്കാനിക്സും 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളും വന്നതോടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള പ്രത്യക്ഷവാദപരമായ ബോധ്യങ്ങളൊക്കെ അടിതകരുകയും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നാം മനസ്സിലാക്കുന്നതിനപ്പുറത്ത് അതിലെ വൈരുദ്ധ്യങ്ങൾക്കുള്ളിലാണ് എന്ന തിരിച്ചറിവുണ്ടാവുകയും ചെയ്തതോടെ അത് മോഡേണിസ്റ്റ് കലയിലേക്ക് പരിണമിച്ചു. അതുകൊണ്ട് മോഡേണിസം, കേസരിയുടെ കാഴ്ചയിൽ മോഡേണിസം റിയലിസത്തിൻ്റെ നിരാസമല്ല, റിയലിസത്തിൻ്റെ എക്സ്റ്റൻഷനാണ്. ഇത് നമ്മൾ റെയ്മണ്ട് വില്യംസ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പഠനങ്ങളിൽ ഒന്നിൽ ഈ കാര്യം പറയുന്നുണ്ട്. അതായത് റിയലിസത്തിന് പല രൂപങ്ങൾ കൈവരാം. പെജി വെൽസിൻ്റെയും ആൽഡസ് ഹക്സ്ലിയുടെയും നോവലുകളെയൊക്കെ അദ്ദേഹം സോഷ്യൽ ഫോർമുല നോവലുകൾ എന്ന നിലയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് റിയലിസത്തിൻ്റെ. അതായത് തൻ്റെ മുമ്പിലുള്ള സാമൂഹിക യാഥാർത്ഥ്യത്തെ, ഏകാധിപത്യപരമായൊരു സമൂഹം എന്ന സങ്കല്പത്തെ, എന്നൊരാശയത്തെ തൻ്റെ മുമ്പിലുള്ള സാമൂഹികാവസ്ഥയിൽ നിന്ന് നിർദ്ധാരണം ചെയ്ത് ഭാവിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് ഓർവെൽ 1984 എഴുതുന്നത്. അതുകൊണ്ട് 1984 ഒരു ഭാവി കഥയാണ് എങ്കിലും യാഥാർത്ഥ്യത്തിൻ്റെ പ്രൊജക്ഷനാണ്. അതുകൊണ്ട് റെയ്മണ്ട് വില്യംസ് പറയുക 1984 ഒരു റിയലിസ്റ്റ് നോവലാണ്. അദ്ദേഹം അതിനെ
സോഷ്യൽ ഫോർമുല നോവൽ. അതായത് നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അതിൻ്റെ ഭാവിയെ നിർദ്ധാരണം ചെയ്ത് ഭാവിയിലേക്ക് അത് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കലാതന്ത്രമാണ് ഓർവെൽ സ്വീകരിക്കുന്നത്. അത് റിയലിസമാണ്. ഇതുപോലെ തൻ്റെ സ്വകാര്യവും വ്യക്തിപരവുമായ അനുഭവത്തിൽ നിന്ന് ഒരു തത്വത്തെ നിർദ്ധാരണം ചെയ്ത് അതിനെ ഒരു കഥാരൂപമാക്കുമ്പോൾ പേഴ്സണൽ ഫോർമുല എന്ന നിലയിൽ റിയലിസ്റ്റ് നോവൽ ഉണ്ടാകുമെന്നും ആ പേഴ്സണൽ റിയലിസ്റ്റ് ഫോർമുല നോവലാണ് മാർസൽ പ്രൂസ്റ്റിൻ്റെ നോവലുകളെന്ന് റെയ്മണ്ട് വില്യംസ് പറയുന്നുണ്ട്. അതുകൊണ്ട് റിയലിസത്തിൻ്റെ ക്ലാസിക്കൽ മാതൃക പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവും സോഷ്യൽ ഡിസ്ക്രിപ്റ്റീവുമായ നോവലുകളാണെങ്കിലും ഈ സോഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് നോവലുകളിൽ നിന്ന് ഭാവിയിലേക്കുള്ള അവയുടെ പ്രൊജക്ഷൻ വഴി പേഴ്സണൽ ഫോർമുല നോവലുകളും സോഷ്യൽ ഫോർമുല നോവലുകളും ഉണ്ടാകാമെന്നും അങ്ങനെ ഉണ്ടാകുമ്പോൾ മാർസൽ പ്രൂസ്റ്റും ആൽഡസ് ഹക്സ്ലിയും ജോർജ് ഓർവെലും ഒക്കെ റിയലിസ്റ്റുകൾ തന്നെയാണ്. പുതിയ കാലത്തിൻ്റെ റിയലിസമായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഇത് കേസരിയുടെ വളരെ മൗലികമായ, വാസ്തവത്തിൽ കേരളത്തിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് സംഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി മോഡേണിസ്റ്റ് കലയുടെ ചരിത്രപരമായ ഈ ഒരു അടിസ്ഥാന പ്രകൃതത്തെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുകയും മോഡേണിസം എന്ന് പറയുന്നത് അത് എഴുതിയ ആളുകളുടെ ജീർണതയുടെ ആവിഷ്കാരമാണ് എന്ന് കണക്കാക്കുകയും ചെയ്തതാണ്. കേസരി ഇത് വളരെ മുമ്പേ പറയുന്നുണ്ട്. കേസരി പുരോഗമന സാഹിത്യത്തെ ബൃഹത് പുരോഗമനം എന്ന് വിശേഷിപ്പിച്ച് ആ ബൃഹത് പുരോഗമനത്തിലേക്ക് സർറിയലിസത്തെയും എക്സ്പ്രഷനിസത്തെയും ഒക്കെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഈ അർത്ഥത്തിലാണ്. അത് ഞാൻ കുറച്ച് പിന്നാലെ വിശദീകരിക്കാം. അപ്പൊ ഇങ്ങനെ ഈ റിയലിസം എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ അന്തിമ സത്യപദവിയിൽ കൂടി ആണ് റിയലിസ്റ്റ് ഭാവന വികസിച്ചത്. ശാസ്ത്രം പ്രതിസന്ധിയിലായതോടെ അത് എക്സ്പ്രഷൻസിലേക്ക് വഴിതിരിഞ്ഞു എന്ന് കേസരി പറയുന്നുണ്ട്. ഫ്രെഡറിക് ജെയിംസൺ നമ്മുടെ കലാദർശനങ്ങളുടെ പരിണാമത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പ്രാഥമിക മുതലാളിത്തത്തിൻ്റെ ഘട്ടത്തിൽ റിയലിസവും കുത്തക മുതലാളിത്തത്തിൻ്റെ ഘട്ടത്തിൽ സാമ്രാജ്യത്വ കുത്തക മുതലാളിത്തത്തിൻ്റെ ഘട്ടത്തിൽ മോഡേണിസവും അതിനുശേഷമുള്ള ലേറ്റ് ക്യാപിറ്റലിസത്തിൻ്റെ ഘട്ടത്തിൽ പോസ്റ്റ് മോഡേണിസവും വികസിച്ചു വന്നു എന്ന് പിന്നീട് എഴുതുന്നുണ്ട്. വാസ്തവത്തിൽ ഫ്രെഡറിക് ജെയിംസന്റെ ഈ വീക്ഷണത്തിൻ്റെ ഒരു സൂക്ഷ്മ സ്വരൂപത്തെ നിങ്ങൾക്ക് കേസരിയിൽ കാണാൻ പറ്റും. കുത്തക സാമാന്യ മുതലാളിത്തത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലെ ലോകബോധത്തിൻ്റെ ആവിഷ്കാര സന്ദർഭത്തിലാണ് റിയലിസം പ്രബലമായത്. 19-ാം നൂറ്റാണ്ടിലെ ക്ലാസിക്കൽ മുതലാളിത്തം ക്ലാസിക്കൽ റിയലിസത്തിൽ നിന്നെങ്കിൽ അത് സാമ്രാജ്യത്വ മൂലധനമായി വികസിക്കുകയും മുതലാളിത്തമുണ്ടാക്കിയ സുഘടിത ലോകം തകരുകയും ചെയ്തതോടെ മോഡേണിസ്റ്റ് കല വികസിച്ചുവെന്നും പിൽക്കാല മുതലാളിത്തം ലെയ്റ്റ് ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്ന സർവീസ് മേഖലകളെ കേന്ദ്രീകരിച്ച് ഒഴുകുന്ന മൂലധനത്തിൻ്റെ പുതിയ പ്രതലം അത് പോസ്റ്റ് മോഡേണിസമായിട്ട് മാറിയെന്നും ജെയിംസൺ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിംസൺ വിശദീകരിക്കുമ്പോൾ നമുക്ക് മഹാകാര്യമായിട്ട് തോന്നും. കേസരി 60-70 കൊല്ലം മുമ്പ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വിജയമാഷ് പറഞ്ഞതുപോലെ നമ്മൾ കേസരിയെ ബഹുമാനിക്കുകയും അല്പം പോലും വായിക്കാതിരിക്കുകയും ചെയ്തു എന്നതാണ് ഇതിൻ്റെ ഒരു കാരണം. വാസ്തവത്തിൽ കേസരി നമ്മുടെ കലാചിന്തയിൽ നടത്തിയിട്ടുള്ള ചരിത്രവൽക്കരണത്തിൻ്റെ ഈ മാതൃകകൾ വാസ്തവത്തിൽ മലയാളത്തിൽ അനന്യമാണ്. ഈ നിലയിൽ ആലോചിച്ചിട്ടേ ഇല്ല. ഇപ്പം ശൈലി അദ്ദേഹം പറയുന്നത് ഏറെക്കുറെ ദീർഘമായ ഒരു കാലയളവിലെ മനുഷ്യാനുഭവത്തിൻ്റെ സാമാന്യ രൂപമാണ് ശൈലി എന്നാണ്. നമ്മൾ ശൈലിയെ കാണുന്നത് ഒരു വ്യക്തിയുടെ ആവിഷ്കാരമായിട്ടാണ്. ബഫന്റെ പ്രസ്താവനയാണ് നമ്മുടെ മാനദണ്ഡം. സ്റ്റൈൽ ഈസ് ദ മാൻ. ശൈലിയാണ് മനുഷ്യൻ. കേസരി പറഞ്ഞത് ഒരു കാലഘട്ടത്തിൻ്റെ സാമാന്യമായ അനുഭൂതിയുടെ പ്രകാശന രീതിയാണ് ശൈലിയായിത്തീരുന്നത് എന്നാണ്. എന്തായാലും ഇങ്ങനെ ചരിത്രവൽക്കരണത്തിൻ്റെ വളരെ ആഴമേറിയ ഒരു വഴിയാണ് കേസരി തൻ്റെ സാഹിത്യ സങ്കല്പത്തിൽ കൊണ്ടുവന്നത് എന്ന കാര്യം നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. കേസരി ഈ പ്രസ്ഥാന ചിന്തയിൽ കൊണ്ടുവരുന്നത് ഒന്നാമത്തെ ഘടകം പ്രസ്ഥാനമാണ്. അദ്ദേഹം കലാവസ്തുക്കളെ മുഴുവൻ പ്രസ്ഥാനത്തിൽപ്പെടുത്തിയാണ് കണ്ടത്. ഓരോ പ്രസ്ഥാനത്തിൻ്റെയും സ്വഭാവ വിശേഷങ്ങളെ ഞാൻ 2 ഉദാഹരണങ്ങൾ അതിന് പറയാം. ഒന്ന് റൊമാൻറ്റിസിസവും മറ്റൊന്ന് റിയലിസവുമാണ്. ഏതേത് ഘടകങ്ങളിലൂടെയാണ് ഒരു പ്രസ്ഥാനം നിലവിൽ വരുന്നത്? ഇപ്പോൾ റൊമാൻറ്റിസിസത്തെക്കുറിച്ച് സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തിൻ്റെ അവതാരികയിലും കടത്തുവഞ്ചിയുടെ അവതാരികയിലും ഒക്കെ കേസരി ഇത് ആവർത്തിക്കുന്നുണ്ട്. എന്തെല്ലാമാണ് റൊമാൻറ്റിക് പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയ ഘടകങ്ങൾ? അത് ശ്രദ്ധിച്ചാലാണ് എങ്ങനെയാണ് ഒരു അനുഭൂതി എന്ന് പറയുന്നത് ചരിത്രബന്ധമായി നിലനിൽക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കേസരിയുടെ കാഴ്ച തെളിഞ്ഞു വരുള്ളൂ. ഒന്ന്, വ്യക്തിയുടെ കഴിവുകൾക്ക് അതിരില്ല എന്ന ബോധം ബൂർഷ്വാ വ്യക്തിവാദമാണ്.
അത് ബുർഷ്വാസി ജന്മം നൽകിയ ഒരു പുതിയ മനുഷ്യ സങ്കല്പമാണ്. 2 ആധുനിക ശാസ്ത്രം നൽകുന്ന ജിജ്ഞാസ. 3 സ്വയം വേദനിച്ച് ആനന്ദം കണ്ടെത്തുക എന്ന മസോക്കിസ്റ്റ് പ്രവണത. ഈ മസോക്കിസം റൊമാൻറ്റിസിസത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഈ റൊമാൻറ്റിക് കവികളെ കുറിച്ച് പലപ്പോഴും പറയുന്നത് അവരൊരു പോയറ്റ് മാർട്ടിയേഴ്സ് ആണെന്നാണ്. കവിരക്തസാക്ഷികളാണ്. ഈ ലോകം ശരിയല്ല, അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ വയ്യാന്നാണല്ലോ പൊതുവെ ഒരു ഐ ഫാൾ അപ്പോൺ ദ ത്രോൺസ് ഓഫ് ലൈഫ് ആൻഡ് ഐ ബ്ലീഡ് എന്നാണ് നമ്മുടെ ശല്യം എഴുതുക. ജീവിതത്തിൻ്റെ മുൾമുലകളിൽ വീണ് ഞാൻ രക്തമൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചങ്ങമ്പുഴ എഴുതിയത് കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ പരാജയം. ലോകം അങ്ങേയറ്റം കാപട്യം, ഞാനോ പരമശുദ്ധനായ ഒരാൾ, അതുകൊണ്ട് ജീവിക്കാൻ വയ്യ എന്നാണ്. കുഞ്ഞുണ്ണി മാഷ് അതിനൊരു പാരഡി എഴുതിയിട്ടുണ്ട് കേട്ടോ. കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് എൻ്റെ പരാജയം എന്നാണ് അതിൻ്റെ പാരഡി. ഇത് അവിടെയൊന്നും അവസാനിച്ചിട്ടില്ല കേട്ടോ. ഈ ചങ്ങമ്പുഴയെ നിങ്ങൾക്ക് ബാലേന്ദ്ര ചുള്ളിക്കാടി കാണാം. മാപ്പുസാക്ഷി. അറിയുമോ എന്നെ കരളിലാളുന്ന മിഴികളുമായി, കരളിലാളുന്ന കവിതയുമായി, കരുണ പെയ്യുന്ന മിഴികളുമായി കുരുതിയിലേക്ക് നയിക്കും പാതയിൽ നടന്നു പോയവൻ, ദുരിതങ്ങൾക്ക് തൻ വ്യഥിത കൗമാരം ബലി കൊടുത്തവൻ. പഴയ പോയറ്റ് മാർട്ടിയർ. 200 കൊല്ലം പഴക്കമുണ്ട് ഈ സഞ്ചാരത്തിന്. മോഡേണിസം വന്നപ്പോഴും കാൽപ്പനികത പോയിട്ടില്ല. ഞാനിതൊരു കുറ്റമാണെന്നൊന്നും പറയല്ല, മറിച്ച് കാൽപ്പനികത അത്ര ആഴമുള്ള ഒരു ആത്മബലിയുടെ ബോധം ഉണ്ടാക്കുന്നുണ്ട്. അതിനെയാണ് കേസരി മസോക്കിസം എന്ന് വിളിക്കുന്നത്. പിന്നെ കവിതയുടെ രൂപനിർമ്മാണത്തിൽ, കലയുടെ രൂപനിർമ്മാണത്തിൽ ഒരൊറ്റ ഒഴുക്ക് കൊണ്ട് അതിൻ്റെ ആകമാനമുള്ള അനുഭവത്തെ ഉണ്ടാക്കുക എന്ന സാങ്കേതിക രീതി. പിന്നെ മനഃശാസ്ത്രപരമായി കേസരി പറയുന്നത് ഈഗോ റിയാലിറ്റിക്ക് കീഴടങ്ങുന്നതിന് പകരം ഒന്നുകിൽ സൂപ്പർ ഈഗോയ്ക്കോ അല്ലെങ്കിൽ ഇതിനോ കീഴടങ്ങുക. ഒന്നുകിൽ അത്യാദർശങ്ങളെ ഉയർത്തിപ്പിടിക്കുക, അല്ലെങ്കിൽ അതിവൈകാരികതയ്ക്ക് വിധേയനാവുക. റിയാലിറ്റിക്കല്ല. ഈഗോ റിയാലിറ്റിക്ക് കീഴടങ്ങുന്നതിന് പകരം ഈഗോ സൂപ്പർ ഈഗോയ്ക്ക്, അമിതമായ ആദർശബോധം, അല്ലെങ്കിൽ ഇത് വികാരങ്ങളുടെ പെരുവെള്ളപ്പാച്ചിൽ, ഇത് രണ്ടിനും കീഴടങ്ങി നിൽക്കുന്നതാണ് റൊമാൻറ്റിസിസത്തിൻ്റെ സ്വഭാവം. അതുപോലെ ദേശീയമോ പ്രാദേശികമോ ആയ കാഴ്ചപ്പാട്, ഒന്നുകിൽ നാഷണലിസം അല്ലെങ്കിൽ ഒരു നമ്മുടെ ഭാഷാദേശീയത എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പ്രാദേശിക ബോധം. പിന്നെ ഭാവത്തെ സംബന്ധിച്ച് പറയുക, നവരസങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുക. ശൈലീപരമായി അദ്ദേഹം പറയുക, ശാലീനവും കലുഷവും ഉജ്ജ്വലവുമായ രീതികൾ ഒരുപോലെ ഉപയോഗിക്കുക. പ്രസാദാത്മകത കഴിയുന്നത്ര നിലനിർത്തുക.